നമസ്കാരം. സംവാദത്തിലേക്ക് സ്വാഗതം. മലയാളി ചർച്ചയും വാദവും പ്രതിവാദവും ആരംഭിച്ച നാൾ മുതൽ നാവിൽ തുളുമ്പിക്കളിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് മന്ത്രവാദം. അതിധൈഷണിക തലങ്ങളിൽ മാത്രമല്ല, ഒരുപക്ഷെ ഈ വിഷയം ചർച്ച ചെയ്യാത്ത, ഒരു പ്രാവശ്യമെങ്കിലും ചർച്ച ചെയ്യാത്ത ഒരു മലയാളി പോലും ഇന്ന് ഉണ്ടാവുകയില്ല. എന്നാൽ ഇത്തരം ചർച്ചകൾ പലപ്പോഴും യുക്തിവാദികളുടെയും ഭക്തിവാദികളുടെയും വൈകാരിക വിസ്ഫോടനങ്ങളിൽ തട്ടി തകർന്നു പോകാറാണ് പതിവ്. അതിൽ നിന്നും വിപരീതമായിക്കൊണ്ട് തികച്ചും ആഴമേറിയ ഒരു ചർച്ച, മന്ത്രവാദം അതിന്റെ ശരിയെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് എന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ചർച്ച പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 3 വ്യക്തികളാണ് കേരളത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന യുവതിയുടെ കൊലപാതകം ഉൾപ്പെടെ. അതോടൊപ്പം ഇത്തരത്തിലുള്ള മന്ത്രവാദത്തിനെ, അന്ധവിശ്വാസത്തിനെ, അനാചാരത്തിനെ എതിർക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, നിയമം മൂലം തടയണം എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദി സംഘത്തിന്റെ ഒരു ജാഥ യു കലാനാഥന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഇതുപോലെ ഒരു ബില്ല് കേരളത്തിലും ഇതിനെ എതിർക്കുവാനായി കൊണ്ടുവരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഈ സാഹചര്യത്തിലാണ് മന്ത്രവാദത്തിന്റെ ശരി തെറ്റുകളെ കുറിച്ച് സംവാദം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് സംസ്കൃത കോളേജിലെ ജ്യോതിഷത്തിന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ EN ഈശ്വരൻ, യുക്തിവാദിയും മികച്ച പ്രഭാഷകനുമായ പ്രൊഫസർ രവിചന്ദ്രൻ, ഫിലോസഫി ഓതറും ആക്ടിവിസ്റ്റുമായ ശ്രീ രാഹുൽ ഈശ്വർ, സൈക്കോളജിസ്റ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖ പാരാസൈക്കോളജിസ്റ്റുമായ ഡോക്ടർ ജോർജ് മാത്യു, യുക്തിവാദി സംഘത്തിന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഖാൻ. ഇതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റി മെമ്പർ ശ്രീ ചിന്ത ജെറോമിനെ ഉടൻ തന്നെ ഈ ചർച്ചയിലേക്ക് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കേരള സംസ്ഥാനത്തിന്റെ മന്ത്രി ശ്രീ MK മുനീറിനെ ടെലിഫോൺ. ചർച്ച ആരംഭിക്കും. പ്രൊഫസർ രവിചന്ദ്രൻ, മന്ത്രവാദം അതിന്റെ ശരി തെറ്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ്, ശരിയായാലും തെറ്റായാലും കേരളത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. ഒരു പക്ഷേ 10,000-കണക്കിനോ ലക്ഷക്കണക്കിനോ ജനങ്ങൾ ഇതിന്റെ പിന്നാലെ പോകുന്നുണ്ട്. എന്തുമാത്രം നമ്മുടെ ചരിത്രവുമായി സംസ്കാരവുമായി ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണ് ഈ മന്ത്രവാദം എന്നത്? എത്രമാത്രം ഡീപ്ലി റൂട്ടഡ് ആണ് ഈ മന്ത്രവാദം എന്ന് പറയുന്ന സാധനം? ശരിക്കും നമ്മളുടെ സംസ്കാരത്തിലുള്ളതാണ്. നമുക്ക് ഒരു വൈദിക സംസ്കാരമുണ്ട്, അതിന് സമാന്തരമായിട്ട് തന്നെ ഒരു താന്ത്രിക സംസ്കാരമുണ്ട്. ഇപ്പോൾ താന്ത്രിക സംസ്കാരത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ വൈദിക സംസ്കാരത്തിൽ ഒരു 108 ഉപനിഷത്തുകൾ നമ്മളിപ്പോൾ മുക്തികോപനിഷത്തുകളിൽ കാണുന്നുണ്ട്. അതേ കണക്ക് തന്നെ 108 ടെസ്റ്റുകൾ ഈ താന്ത്രിക സംസ്കാരത്തിലുണ്ട്. താന്ത്രിക സംസ്കാരം എന്ന് പറയുമ്പോൾ വൈദിക സംസ്കാരത്തിൽ നമ്മൾ ഇന്ദ്രൻ, അഗ്നി, വരുണൻ അങ്ങനെയുള്ള ശക്തികളെ പ്രീണിപ്പിക്കാനും പ്രലോഭിപ്പിക്കാനുമായിട്ട് മന്ത്രങ്ങളും യാഗങ്ങളും യജ്ഞങ്ങളുമാണ് നടത്തുന്നത്. പക്ഷേ താന്ത്രിക സംസ്കാരത്തിൽ എന്ന് പറയുമ്പോൾ അതിന് താഴെ വരുന്ന ചില ഉപദേവതകൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചാത്തൻ, മറുത, അങ്ങനെയുള്ള ഇത് തമ്മിലുള്ള പ്രത്യേക വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റ് ഇന്ദ്രൻ, അഗ്നി പോലെയുള്ള ദൈവങ്ങളെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്താനോ അധീനതയിൽ വെക്കാനോ സാധിക്കില്ല. അതേസമയം ചാത്തന്മാരെ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കും. ഇതാണ് മന്ത്രവാദത്തിൻ്റെ അടിസ്ഥാനം. ഈ 2 സംസ്കാരങ്ങളും 2 പാരമ്പര്യങ്ങളും നമുക്ക് ഇന്ത്യയിലുള്ളതാണ്. ഇനി കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, കേരളത്തിലെ മന്ത്രവാദത്തിൻ്റെ ചരിത്രം വളരെ സമൃദ്ധമാണ്. ഒരു 50 വർഷം മുമ്പ് വരെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആയുർവേദം എടുത്തു കഴിഞ്ഞാൽ അതിൽ മനോരോഗത്തിന് ചികിത്സയില്ല. മനോരോഗത്തിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ദൈവവ്യാപാശ്രയ ചികിത്സ എന്നാണ് പറയുന്നത്, യുക്തി വ്യാപാശ്രയമല്ല. അതായത് മന്ത്രവാദത്തിലൂടെ ഒഴിപ്പിച്ചെടുക്കുക. മനോരോഗം എന്ന് പറയുന്നത് എന്തോ ബാധ കൂടിയതാണ്, ശക്തി കൂടിയതാണ്, അല്ലാതെ സെറിബ്രലായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ നോക്കുക, നമ്മുടെ ഭക്തിയുടെ തന്നെ അടിസ്ഥാനം, ഇപ്പോൾ തന്ത്ര സമുച്ചയം എന്ന് പറയുന്ന ഒരു സാധനം വെച്ചാണ് ശരിക്കും അമ്പലങ്ങളിലും ഈ ക്ഷേത്രങ്ങളിലും എല്ലാം തന്നെ പൂജകളും ക്രമങ്ങളും അതിൻ്റെ ബിൽഡിങ്ങും എല്ലാം നടത്തുന്നത്. ഗുരുവായൂർ ചെന്ന് കഴിഞ്ഞാലും താന്ത്രികമാണ്, അവിടെ നടത്തുന്ന പൂജകളും കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇപ്പോൾ വിഗ്രഹാരാധന കേരളത്തിന്റെ അത്രത്തോളം ബ്ലെൻഡ് ആയി കിടക്കുന്നു ഈ പറയുന്ന മന്ത്രവാദം എന്നാണ് താങ്കൾ പറയുന്നത്. ഈ മന്ത്രവാദം ഇല്ലെങ്കിൽ വിഗ്രഹം തന്നെ ഉണ്ടാക്കാൻ പറ്റില്ല. വിഗ്രഹത്തിലേക്ക് നിങ്ങൾ ചൈതന്യം കുടിയിരുത്തുകയാണ്, ആവാഹിക്കുക, ഇറക്കി വിടുക. ഈ 2 സാധനങ്ങൾ മന്ത്രവാദത്തിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഫീച്ചർ. ശരി, വ്യക്തമാണ്. ഡോക്ടർ ഈശ്വരൻ, ഈ പറഞ്ഞതുപോലെ എന്തുമാത്രം ഡീപ്പ് റൂട്ടഡ് ആണ് കേരളത്തിൽ? കാരണം പലപ്പോഴും മന്ത്രവാദത്തിനെ എതിർക്കണമെന്നൊക്കെ പറയുമ്പോൾ അത്രമാത്രം എളുപ്പത്തിൽ എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഒരു ചിന്താഗതിയാണോ മന്ത്രവാദം? എന്തുമാത്രം കേരളത്തിലേക്ക് അത് ഡീപ്പ് റൂട്ടഡ് ആണ് ആൾക്കാരുടെ മനസ്സിൽ, നമ്മുടെ സംസ്കാരത്തിൽ? ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മന്ത്രവാദത്തെ എതിർക്കേണ്ട കാര്യമില്ല.
മന്ത്രവാദം എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. തന്ത്രശാസ്ത്രം മന്ത്രത്തിൻ്റെ ഭാഗമല്ല. ഇതാണ് ഈ വേദമൂലമാണ് ശരിക്കും തന്ത്രശാസ്ത്രവും. പരമപ്രമാണമായിട്ട് നമ്മളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് വേദമാണ്. വേദത്തിൽ എന്തു പറഞ്ഞുവോ അത് സാക്ഷാത്കരിക്കാൻ ആവശ്യമായിട്ടുള്ള സാമഗ്രികളെ ഒരുക്കിത്തരലാണ് ഇതര ഗ്രന്ഥങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, തന്ത്രശാസ്ത്രം എന്ന് പറയുമ്പോൾ തനു വിസ്താരേ കരണേച്ച എന്ന ഒരു ശബ്ദത്തിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ ഭാരതീയമായ ചിന്തയനുസരിച്ച് ഈ ദേഹാത്മബോധത്തിൽ നിന്ന് പരമാത്മബോധത്തിലേക്ക് ഉയർത്തുക എന്നാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള ഉപാധികളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രം എന്ന് പറയുന്നത്. മന്ത്രശബ്ദവും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനനാത് ത്രായതേ ഇതി മന്ത്രഃ എന്നാണ് സംസ്കൃത ശബ്ദമാണത്. അതിൻ്റെ വ്യുത്പത്തി അങ്ങനെയാണ്. അപ്പം മനനം കൊണ്ട് നമുക്ക് ത്രാണനം സംഭവിക്കണം, രക്ഷ സംഭവിക്കണം. മനനം ചെയ്ത് നമ്മളത് പ്രയോഗതലത്തിലേക്ക് വരുമ്പോഴും മനുഷ്യരുടെ ആത്യന്തികമായ രക്ഷയാണ് അതിൻ്റെ ഉദ്ദേശ്യം. ശാസ്ത്രം മൊത്തമായിട്ട് പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയാണ്. ഈ മന്ത്രവാദം എന്ന് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും നമ്മുടെ സംസ്കൃതിയുമായി അത്രമാത്രം ഇഴുകിച്ചേർന്ന് കിടക്കുന്നതാണെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ മാത്രമല്ല, അതിൽ ഇന്ന് കാണുന്ന രീതി ഇടക്കാലത്ത് കയറി വന്നതാണെന്നാണ് പറയാൻ പോകുന്നത്. ശരി. ഭാരതീയമായ കാഴ്ചപ്പാടിനനുസരിച്ച് തന്ത്രശാസ്ത്രം എന്ന് പറയുന്നത് ഒരു മുക്തി നൽകാൻ വേണ്ടി, മനുഷ്യന് പരമാനന്ദം നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. പക്ഷേ അതിനെ വഴിപഴപ്പിച്ചു ഒരു പ്രത്യേക സമയത്തിന് ശേഷം ഇങ്ങോട്ട് സംഭവിച്ചതാണ് ഇന്ന് കാണുന്ന ഈ ദുരവസ്ഥ. വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് ഖാൻ, ഇദ്ദേഹം പറഞ്ഞു വരുന്നത് പലപ്പോഴും നിങ്ങൾ ഇതിനെ ശ്രീ രവിചന്ദ്രൻ സംസാരിച്ചപ്പോൾ എതിർത്ത് സംസാരിച്ച മന്ത്രവാദത്തിന്റെ അംശങ്ങളെല്ലാം തന്നെ നമ്മുടെ സംസ്കാരത്തിൽ ഇടുകിച്ചേർന്ന് കിടക്കുന്നതല്ല എന്നും ആ ഇടുകിച്ചേർന്ന് കിടക്കുന്ന കാര്യങ്ങൾ വളരെ ഉന്നതിയിൽ നിൽക്കുന്നതാണ് എന്നും അതിനുശേഷം ഇടയ്ക്ക് കയറി വന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ പുഴുക്കുത്തുകൾ എന്നുള്ളതാണ് ഡോക്ടർ ഈശ്വരന്റെ വാദം. എന്തു പറയുന്നത്? അത് ശരിയല്ല. മതവുമായി ബന്ധപ്പെട്ട് മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മന്ത്രവാദ വിശ്വാസവും നിലനിൽക്കുന്നത്. മതവിശ്വാസം പേരുന്ന ഒരു മനസ്സിനെ മന്ത്രവാദത്തിൽ വിശ്വസിക്കാൻ അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക മതമാകണമെന്ന് നിർബന്ധമുണ്ടോ? എല്ലാ മതവും ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം മതത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യത്തെ മരണവും ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ടാണല്ലോ. ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, ജിന്നിനെ ഞാൻ തീയാൽ സൃഷ്ടിച്ചു. അപ്പൊ ജിൻ എന്ന കോൺസെപ്റ്റ് മതത്തിൽ വന്നു കഴിഞ്ഞു. മനുഷ്യനെ വഴിതെറ്റിക്കാനായിട്ട് പിശാച്, ഷാത്താൻ എപ്പോഴും, ഇബ്ലീസ് എപ്പോഴും കൂടെയുണ്ട്. മാത്രമല്ല ആദം നബിയെയും ഹവ്വയെയും വഴിതെറ്റിച്ചത് ഈ ഇബ്ലീസാണ്. പക്ഷേ ഈ ഇബ്ലീസിനെയും പിശാചിനെയും എല്ലാം നമ്മുടെ ഉള്ളിലുള്ള ദുർചിന്തകളായി വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിക്കും. ഞാൻ അതല്ല പറയുന്നത്. ദൈവമെന്ന ചിന്തയുള്ളപ്പോൾ അതിന്റെ പാരലായി അതുമായി ചേർന്ന് തന്നെയാണ് ഇത് വരുന്നത് എന്ന് സൂചിപ്പിക്കാനാണ്. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതില്ല. ശാസ്ത്രബോധമുള്ള ആൾക്ക്, ശാസ്ത്രാവബോധം സമ്പാദിക്കുന്ന ഒരാൾക്ക് ഇത് തീർച്ചയായിട്ടും ഉണ്ടാവില്ല എന്നുള്ള വാസ്തവമാണ്. മതവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇത് നിലനിൽക്കുന്നത്. മതം എന്നൊക്കെ നിലനിൽക്കുമോ അന്നൊക്കെ ഇത് നിലനിൽക്കും. കാരണം മൈൻഡ് സെറ്റാണ് ഇതിന്റെ പ്രധാന. വ്യക്തമാണ്. ശ്രീ രാഹുൽ ഈശ്വർ, ക്രിസ്ത്യനോ ഇസ്ലാമോ ഹിന്ദുവോ ആകട്ടെ, മതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ മന്ത്രവാദം, അതോ ഇത് രണ്ടും 2 ഡിഫറന്റ് ആയിട്ടുള്ള എൻറ്റിറ്റീസ് ആണ്? അല്ല, മന്ത്രവാദം എന്ന വാക്കുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് അനുസരിച്ചിരിക്കും. സമൂഹത്തിൽ പൊതുവെ കൊണോട്ടേറ്റീവ് മീനിങ് എന്ന് നമ്മൾ പറയാറുണ്ട്. മന്ത്രവാദത്തിന് ഒരു ചീത്ത അർത്ഥമാണ് നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നത്. മന്ത്രം, അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ മന്ത്രം എന്ന കാര്യത്തെക്കുറിച്ച് ഒരുപാട് റിസർച്ചുകൾ നടക്കുന്നുണ്ട്. ഉദാഹരണം, മന്ത്രങ്ങൾക്ക് സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് ഉണ്ട് കാര്യം. പക്ഷേ മന്ത്രവാദം എന്ന വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. എക്സ്പ്ലോയിറ്റേറ്റീവായ, അറിവില്ലാത്ത ആൾക്കാരെ, ജ്ഞാനമില്ലാത്ത ആൾക്കാരെ ചൂഷണം ചെയ്യാൻ അവരുടെ മനസ്സിലുള്ള ഉപബോധ തലത്തിലെ പേടികളും സമൂഹത്തിലെ ഇമേജറിയും യൂസ് ചെയ്ത് ചിലർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഈ വാക്കുകൊണ്ടാണ് മന്ത്രവാദം ഉദ്ദേശിക്കുന്നതെങ്കിൽ, അങ്ങനെ മന്ത്രവാദം ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല ഞാൻ. പക്ഷേ മന്ത്രവാദം എന്ന് പൊതുവിലുള്ള ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതാണ്. പക്ഷേ ശ്രീ ഈശ്വരൻ സൂചിപ്പിച്ചതുപോലെ മന്ത്രത്തിന് മറ്റൊരു തലം തന്നെയുണ്ട്. താന്ത്രികമായ പാരമ്പര്യങ്ങളിൽ പെട്ടുവരുന്ന മന്ത്രത്തിന്റെ കാര്യങ്ങളും സിദ്ധികളും. അപ്പോൾ ഇതിനൊരു ബാലൻസ്ഡ് അപ്രോച്ച് ആവശ്യമാണ്. ആ ബാലൻസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതിൽ ചരിത്രത്തിന്റെ ഭാഗമായി, അങ്ങ് പറഞ്ഞതുപോലെ സംസ്കാരത്തിന്റെ ഭാഗമായി വരുന്നവയുണ്ട്, വിശ്വാസ പ്രമാണങ്ങളുടെ ഭാഗമായി വരുന്നവയുണ്ട്. നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു കാഴ്ചപ്പാട് ഇതിൽ എക്സ്പ്ലോയിറ്റേറ്റീവായ എലിമെന്റ്സിനെ മാറ്റി നിർത്തി, ഇതിൽ ചീത്തയായ എലിമെന്റ്സിനെ മാറ്റി നിർത്തി, പക്ഷെ നല്ലതിനെ പരിരക്ഷിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു റിസർച്ച് ഓറിയന്റഡ്, ഒരു വരി കൂടെ പറഞ്ഞാൽ വിവേകാനന്ദനാണ് കൃത്യം പൊസിഷൻ. വിവേകാനന്ദൻ വർഷങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചൊരു പൊസിഷനാണത്. അതായത് യുക്തിക്ക് താഴെ ഒരു ഭക്തിയുണ്ട്, യുക്തിക്ക് മേളിലൊരു ഭക്തിയുണ്ട്. ആ യുക്തി എന്ന ഫിൽറ്ററിന് മുകളിലുള്ള ഭക്തിയെ അന്വേഷിക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ശരി. ചിന്ത ഇവിടെ പലപ്പോഴും ഈ
അന്ധനായ വ്യക്തി ആനയെ കണ്ടതുപോലെയാണ് മന്ത്രവാദത്തിന് ഇവിടെ ഇപ്പോൾ വ്യാഖ്യാനിച്ചു കണ്ടത്. യുക്തിവാദികൾ മന്ത്രവാദത്തിനെ ചാത്തനുമായിട്ടും മറുതയുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ഭക്തിവാദികൾ അതിനെ അത്യുന്നത തലത്തിലുള്ള ഫിലോസഫിക്കൽ തിങ്കിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തക എന്നുള്ള നിലയിൽ ചിന്ത ഈ മന്ത്രവാദത്തിന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മന്ത്രവാദം എന്ന് പറയുന്നത് പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും പിന്തുടരാനോ ചിന്തിക്കാനോ പോലും കഴിയാത്ത അപരിഷ്കൃതമായിട്ടുള്ള പ്രിമിറ്റീവ് എന്ന് പറയുന്ന ഒരു ബാർബേറിയൻ ആക്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് മന്ത്രവാദം. അത് മന്ത്രവാദത്തിന്റെ ഒരു വശമാണോ അതോ എല്ലാ മന്ത്രവാദവും ഇങ്ങനെ തന്നെയാണോ? എല്ലാ മന്ത്രവാദവും ഈ രൂപത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. എവിടെ യുക്തി അവസാനിക്കുന്നോ അവിടെയാണ് ഇത്തരത്തിലുള്ള മന്ത്രവാദം പോലെയുള്ള ആചാരങ്ങളുടെ പ്രസക്തി വർദ്ധിച്ചു വരുന്നത്. അതായത് അയുക്തികമായി ഒരു സമൂഹം ചിന്തിച്ചു തുടങ്ങുമ്പോൾ, അതായത് ഇന്നത്തെ മനുഷ്യന്, ഇന്നത്തെ സമൂഹത്തിൽ എല്ലാ കാലഘട്ടത്തിലും മനുഷ്യൻ അരക്ഷിതനായിരിക്കുന്ന അവസ്ഥയുണ്ട്. അവൻ്റെതായ പ്രശ്നങ്ങൾ, പണ്ട് കാലഘട്ടത്തിൽ അവൻ ഭയന്നിരുന്ന വസ്തുക്കളെയൊക്കെ അവൻ ആരാധിച്ചു തുടങ്ങിയിരുന്നു. മിന്നലിനെയും തീയെയും കാറ്റിനെയും നാഗങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന, ഭയമുണ്ടായിരുന്ന എല്ലാത്തിനെയും, പ്രകൃതിയിൽ ഭയമുളവാക്കുന്ന എല്ലാത്തിനെയും ആരാധിച്ചിരുന്ന മനുഷ്യൻ. പ്രകൃതി മനുഷ്യന്റെ പ്രവൃത്തി കൊണ്ട് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ആ ആരാധന കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻവയോൺമെന്റലിസ്റ്റുകളൊക്കെ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് വിളക്ക് കൊളുത്തി വെക്കണമെന്നില്ല, ആരാധിച്ചാൽ മതി. അതെ, വിളക്ക് കൊളുത്തി വെച്ചുകൊണ്ട് പ്രകൃതിയെ ഭയപ്പെടുത്തി ആരാധിപ്പിക്കുന്ന രീതിയിലേക്കല്ല പോകേണ്ടത്, മറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന് വേറെ ഒരുപാട് ഭയവും അരക്ഷിതാവസ്ഥയും കൊണ്ട് വ്യക്തി മന്ത്രവാദത്തിലേക്ക് പോകുന്നുവെന്നും ആ മന്ത്രവാദം എല്ലാം തെറ്റാണെന്നുമാണ് ചിന്തയുടെ വാദം. തീർച്ചയായിട്ടും. ശരി, ഞാൻ വരാം. ഡോക്ടർ ജോർജ് മാത്യു, ഭക്തിയുടെയും യുക്തിയുടെയും ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇവരെല്ലാവരും സംസാരിച്ചത്. മനഃശാസ്ത്രത്തിന്റെ രീതിയിലേക്ക് നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ മന്ത്രവാദത്തിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്, മന്ത്രവാദികളുടെ അടുത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ മനഃശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഈ വാക്കുകൾ ഉപയോഗിച്ച് നമ്മുടെ മനസ്സിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയ്ക്ക് ആണ് മന്ത്രവാദമെന്ന് സാധാരണ പറയുന്നത്. ഈ മന്ത്രവാദമെന്നുള്ള വാക്ക് സാധാരണ മതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ തത്വം, അതായത് വാക്കുകൾ കൊണ്ട് മനുഷ്യ മനസ്സിൽ മാറ്റം വരാം എന്നുള്ള ഒരു സങ്കല്പം ഈ മതങ്ങളുടെ വെളിയിലുമുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാഥ പോകുന്നു, അവർ ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നു. അത് ഒരിക്കൽ വിളിക്കുന്നതല്ല, ജാഥ തുടങ്ങി അവസാനിക്കുന്നത് വരെ വിളിക്കുന്നു. ഇപ്പം ഈ പൂജാരി ഈ ദീപാരാധന സമയത്ത് ചില ആംഗ്യങ്ങൾ കാണിക്കുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാഥ നടത്തുമ്പോൾ അവർ കൈ മുകളിലോട്ട് എറിഞ്ഞ് ചില ആംഗ്യങ്ങൾ കാണിക്കുന്നു. ഇത് രണ്ടും മനസ്സിൽ ഒരേ തരത്തിലുള്ള ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിക്കുന്നതെന്നാണ് താങ്കൾ പറഞ്ഞു വരുന്നത്? മനസ്സിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാഥ പോകുമ്പോൾ ഞാൻ കണ്ടു നിൽക്കുമായിരുന്നു. കാരണം ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. അത് കുറേ പേര് ഒരുമിച്ച് ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയും, അത് കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവിടെ എന്തോ ഒന്ന് സംഭവിക്കുന്നത് പോലെ തോന്നുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ഏത് പാർട്ടിയുടെ ജാഥ ആയാലും മുദ്രാവാക്യം വിളിക്കുന്നില്ല, വിളിച്ചാൽ തന്നെ വയ്യ എന്നും പറഞ്ഞാണ് വിളിക്കുന്നത്. ഉച്ചയ്ക്ക് ബിരിയാണിയും 100 രൂപയും കിട്ടും എന്നും പറഞ്ഞാണ് ഇപ്പോൾ ജാഥ പോകുന്നത്. അതായത് ആ മാറ്റം കൃത്യമായ രീതിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു മുദ്രാവാക്യമായാലും മന്ത്രമായാലും ആ വാക്കിന് മനസ്സിൽ മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്. അത് തന്നെയാണ്. ശരി, വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ ഈശ്വരൻ, ഈ പറഞ്ഞ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുമ്പിൽ കാണുന്ന മന്ത്രവാദത്തിന്റെ ഒരു ബേസിക് പ്രമൈസ് എന്താണ്? ഒരു മന്ത്രവാദ കളമൊരുങ്ങി അതിലൊരു മന്ത്രവാദി തട്ടൊടുത്തിരിക്കുന്ന മന്ത്രവാദി, അതിനപ്പുറത്തേക്ക് പ്രശ്നത്തിൽ പരിഹാരം തേടി വരുന്ന ഒരു വ്യക്തി, ഇവിടെ അയാൾക്കൊരു പരിഹാരം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ദൈവികമായ ഒരു ശക്തി കൊണ്ട് ദൈവം കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു പരിഹാരമാണോ, അതോ ഇതിന്റെ മാനസികമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് മാത്രമാണോ അവിടെ ഉണ്ടാവുന്നത്? എന്താണ് മന്ത്രവാദത്തിന്റെ ഫണ്ടമെന്റൽ പ്രമൈസ്? ഇവിടെ തന്നെ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ കളത്തിലിരിക്കുന്ന മന്ത്രവാദിയും കടന്നു വരുന്ന അതിന് വിധേയമാവുന്ന ആളും എന്ന നിലയിലാണ്. അതെ, ഈ ധാരണ തന്നെ ശരിയല്ല. അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പോ മന്ത്രവാദം എന്ന് പറയുന്ന സാധനം, മന്ത്രം വാദയതീതി മന്ത്രവാദ എന്നാണ് അതിന്റെ ശബ്ദാർത്ഥം. ശാസ്ത്രത്തിൽ പറയുന്നത് വാദനം ചെയ്യുക പറഞ്ഞാൽ വീണ മീട്ടുക എന്നൊക്കെ പറയുന്നതിന് വീണാവാദനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ മന്ത്രം മീട്ടുക,
അതിന്റെ താളത്തിന് ശ്രുതിക്കനുസരിച്ച് ക്രമബദ്ധമായിട്ട് അർത്ഥമറിഞ്ഞ് ചൊല്ലാന്നുള്ളതാണ്. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഇവിടെ ഒരാളിൽ ഒരു മാറ്റം സൃഷ്ടിക്കുമെങ്കിൽ, മന്ത്രവാദത്തിന് ആളിൽ ഒരു മാറ്റം സൃഷ്ടിക്കുമെങ്കിൽ ആ മാറ്റം ഈശ്വരീയ ചൈതന്യം കൊണ്ട് ഈശ്വരൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന മാറ്റമാണോ, അതോ ഈ മന്ത്രവാദത്തിന്റെ സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് കൊണ്ട് മാനസികമായി ഉണ്ടാകുന്ന ഒരു സൈക്കോളജിക്കൽ പ്രോസസ്സാണ്? ഇത് രണ്ട് വിഭാഗക്കാർ പറയുന്നതും ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. കാരണം ഈശ്വരൻ കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറയുന്നതിൽ നമുക്ക് ഭാരതീയമായ ധാരണ അങ്ങനെയല്ല. നമ്മൾ തന്നെ ഈശ്വരനാണ്. അപ്പൊ നമ്മളെ തന്നെ നമുക്ക് റിപ്പയർ ചെയ്യാനുള്ള ഒരു ശക്തിവിശേഷം നമ്മളിലുണ്ട്. അപ്പൊ നമ്മളുടെ ചൈതന്യത്തെ നമ്മൾ എപ്പോ തിരിച്ചറിയുന്നുവോ അപ്പൊ നമുക്ക് അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതാണ് പാരമ്പര്യമായിട്ടുള്ള കാഴ്ചപ്പാട് വരിക. അതേസമയത്ത് ആധുനികന്മാർ പറയുന്നത് അതിന് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില എഫക്റ്റ് ആണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു പരിഭ്രമത്തിന്റെ ഭാഗമാണെന്നൊക്കെ പറയാം. താങ്കൾ വിശ്വസിക്കുന്ന ഇതിന്റെ അടിസ്ഥാനപരമായ പ്രമൈസ് എന്താണ്? മന്ത്രവാദത്തിന്റെ പ്രമൈസ് എന്താണ്? ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആണോ, അതോ ഈശ്വരീയ ചൈതന്യം അവിടെ കൊണ്ടുവരുന്ന മാറ്റമാണോ? ഇവിടെ അവനവന്റെ ഈശ്വര ശക്തി തന്നെയാണ് ഇതിനെ മാറ്റിമറിക്കുന്നത്, അല്ലാതെ പുറമേ നിന്നുള്ള ഒരു ശക്തിയല്ല. ഇതാണ് എന്റെ വിശ്വാസം. ശരി, വ്യക്തമാണ്. ശ്രീ രവിചന്ദ്രൻ, ഡോക്ടർ ഈശ്വരൻ പറഞ്ഞതുപോലെ ഒരു മന്ത്രവാദത്തിൽ പലപ്പോഴും ദൈവം ഇറങ്ങി വന്ന് ഒരാളെ ഒരു പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്നു എന്നുള്ള വിശ്വാസമല്ല എന്ന്, മറിച്ച് ആ ഒരു പാരഫേണിയയിലേക്കുള്ളിൽ ഇരുന്നു കൊണ്ട് വാക്കുകൾ വീണ്ടും ആവർത്തിച്ച് ഉച്ചരിക്കുന്ന സമയത്ത് മനസ്സിലുണ്ടാകുന്ന ഒരു മാറ്റം, ഇത് രണ്ടുപേരും തമ്മിലുള്ള വിശ്വാസത്തിന്റെയോ അടുപ്പത്തിന്റെയോ പുറത്തുണ്ടാകുന്ന ഒരു മാറ്റവും ആകാം. ഇത് തന്നെയല്ലേ ഒരു പക്ഷേ ഒരു ഹിപ്നോട്ടിസത്തിലും സൈക്കോ അനാലിസിസിലൊക്കെ ഒരു 80 വർഷത്തിന് മുമ്പ് നടന്നിരുന്നത്? ഇങ്ങനെയാണ് മന്ത്രവാദമെങ്കിൽ അതിനെ എതിർക്കേണ്ട കാര്യമുണ്ടോ, അതോ ഇതിന് മറ്റൊരു തലം താങ്കൾ കാണുന്നുണ്ടോ? രണ്ട് കാര്യങ്ങൾ. ആദ്യം ഈ പ്രവീണ് ചർച്ച കൊണ്ടുപോകുന്ന രീതി തന്നെ ഒട്ടും അഭികാമ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം താങ്കളൊരു ബാലൻസിങ്ങിന് ശ്രമിക്കുകയാണ്. ഇത്തരം ബാലൻസിങ്ങുകളാണ് ഒരുപക്ഷെ നമ്മളെ കഴിഞ്ഞ 50 വർഷമായിട്ട്. ഭൂമി തന്നെ ഇവിടെ നിൽക്കുന്നത് ഒരു ബാലൻസിലല്ലേ? ബാലൻസ് ഇല്ലാതെ ഭൂമി തന്നെ നിൽക്കില്ലല്ലോ സർ. വാട്ട് കൈൻഡ് ഓഫ് ബാലൻസ് യു ആർ ടോക്കിംഗ് അബൌട്ട്? അങ്ങനെ ഒരു ബാലൻസ് അപ്പുറം പോകുന്ന ഒരു ബാലൻസ് താങ്കൾക്ക് തെറ്റിക്കാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും. താങ്കൾക്ക് തീർച്ചയായിട്ടും. അതായത് ഇത്തരം പരിപാടികൾ നടത്തുമ്പോൾ അവിടെയും ശരിയുണ്ട് ഇവിടെയും ശരിയുണ്ട്, യുക്തിവാദി ഭക്തിവാദി, അങ്ങനെ ഒരു പോരാട്ടം, അവര് വികാരം ഇവര് വികാരം, അങ്ങനെയല്ല. ശരി ഒരു സൈഡിലാകാം. ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു, ഈ മന്ത്രവാദം എന്ന് പറയുന്നത് മുഖ്യധാര മതത്തോടും മുഖ്യധാര വിശ്വാസത്തോടും ചേർന്ന് പോകുന്ന ഒന്നാണ്. ഇത് നമ്മുടെ വിഗ്രഹാരാധനയുടെ ഒട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇന്ത്യയിൽ അങ്ങനെ ഒരു താന്ത്രിക പാരമ്പര്യമുണ്ട്. കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇവിടുത്തെ നമ്പൂതിരികൾ ഏതാണ്ട് പരശുരാമന്റെ കഥ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഏതാണ്ട് 18 നമ്പൂതിരിമാരെ മന്ത്രവാദത്തിന് മാത്രമായിട്ട് മാറ്റിവെച്ചായിട്ടൊരു ഐതിഹ്യമുണ്ട്. അപ്പോൾ അവരുടെ കോറിലുള്ള സാധനമാണ്. ഈ താങ്കൾ പറഞ്ഞത് ഈ എന്താണ് മാനസികമായ എന്തെങ്കിലും ഉണ്ടാകുന്നു. ഞാൻ ആലോചിച്ചുകൂടെ, ഒരു തടി വലിക്കുകയാണ്. തടി വലിക്കുന്ന ആളുകൾ കാട്ടാളന്മാർ, അവരൊരു ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവരിലേക്ക് ആവേശം നിറയും. ഇതെന്താണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള ശബ്ദത്തോടും ശബ്ദമില്ലായ്മയോടും ശാന്തതയോടും എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്ന ഒന്നാണ്. അത് നമുക്ക് ഒരുപാട് സംവേദനക്ഷമതയുണ്ട്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്ന ഒന്ന് നമ്മളിൽ മാറ്റം ഉണ്ടാക്കും. നമ്മൾ ജഡമല്ല അത്. പക്ഷേ എന്താണ് മന്ത്രവാദത്തിൽ നടക്കുന്നത്? നിങ്ങൾക്കറിയാം, 2 മാനസിക രോഗ ആശുപത്രികളാണുള്ളത്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റേത് കോഴിക്കോട്ടെ. ഇവിടെയാണ് ആളുകളെ ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. മരുന്നും മന്ത്രവും എന്നാ പറയുക. മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനസിക രോഗമുള്ളവരെ നമ്മൾ 50 വർഷത്തിന് മുമ്പ് കേരളത്തിൽ ചികിത്സിച്ചിരുന്നത് മന്ത്രവാദം കൊണ്ട് തന്നെയാണ്. ഇവിടെ കുറെ പേര് മരിച്ചു. ഇത് നടക്കുമെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഒരാളുടെ ബാധ ഒഴിപ്പിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? അയാൾ ബാധയിൽ വിശ്വസിക്കണം. അയാൾ ബാധയിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അയാളുടെ ബാധ ഒഴിപ്പിക്കാൻ കഴിയുള്ളൂ. അതേസമയം ഒരു എത്തീസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു അവിശ്വാസിയുടെയോ അയാളെ പിടിച്ചുകൊണ്ടിരുത്തി കുറെ ഘോര പ്രചണ്ഡം എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ബാധ ഒഴിപ്പിക്കാൻ പറ്റില്ല. ഇതെന്താണ്? ഫസ്റ്റ് യു ബിലീവ് ഇൻ എ തിങ് ദാറ്റ് ഡസന്റ് എക്സിസ്റ്റ്. ഇല്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നു. ആ ഇല്ലാത്ത കാര്യം നിങ്ങൾ ഇന്ന് മാറ്റിയെടുക്കുന്നു, ഒഴിപ്പിച്ചെടുക്കുകയാണ്. അപ്പൊ ഇതെന്താ സംഭവിക്കുന്നത്? ഫസ്റ്റ് യു ആർ ഫൂൾഡ്. നിങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ്. വഞ്ചിച്ചിട്ട് നിങ്ങളിൽ നിന്ന് എന്തോ മാറ്റി, കിളി പറന്നു പോയി, നിങ്ങൾ എന്തോ പോയി. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല. ഇപ്പോ 3 ഘട്ടത്തിലാണ് മന്ത്രവാദം നടക്കുക. ഒന്ന്, ഇപ്പോൾ ഒരു അഷ്ടവൈദ്യന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ നേരെ ജ്യോതിഷത്തിലേക്ക് വരും. ഏത് തരം ബാധയാണ് ഇദ്ദേഹത്തിൽ കയറിയെന്ന് അറിയാനായിട്ട് ഇദ്ദേഹം ഡയഗ്നോസിസ് ചെയ്യും, ഇന്ന ബാധയാണെന്ന്. എന്നിട്ടാണ് മന്ത്രവാദികൾ അടുക്കൽ പോകുന്നത്. ഇത് വളരെ വ്യവസ്ഥാപിതമായിട്ട് കേരളത്തിൽ, പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്പൂതിരി സമുദായം. അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 3 മരണങ്ങളിൽ 2 എണ്ണം മുസ്ലിം സമുദായത്തിലാണ്. ഇതൊരു സമുദായത്തിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതാണ് പലപ്പോഴും യുക്തിവാദികളുടെ ഏറ്റവും വലിയ തെറ്റ്. യുക്തിവാദി ഭക്തിവാദി എടുക്കേണ്ട, ഏത് സമുദായത്തിൽ ഇപ്പൊ മുസ്ലിം അല്ല, കഴിഞ്ഞ 3 മരണങ്ങളിൽ 2 എണ്ണം മുസ്ലിം മതങ്ങളിൽ നിലനിൽക്കുമ്പോഴും താങ്കൾ എന്തുകൊണ്ട് അത് ഇപ്പോഴും വീണ്ടും നമ്പൂതിരിമാരിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും? ഇവിടുത്തെ ഈ തന്ത്രവാദം നടത്തിയതിൽ ഒരാൾ പോലും നമ്പൂതിരി സമുദായത്തിലെ ആളുമല്ല. പറയാം.
ഇപ്പൊ ഇവർ പറയുന്നത് ഇപ്പോ മുസ്ലിങ്ങളിലായെന്ന് പറയുമ്പോൾ അവരെങ്ങനെയാ വരുന്നത്? അവരിൽ വളരെ കൃത്യമായിട്ടുള്ള, അതായത് ഇന്ത്യൻ പാരമ്പര്യം അല്ലാതെ തന്നെ ജിന്ന്, മലക്ക്, ഇബ്ലീസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതായത് നമുക്ക് അതീതമായ ശക്തികൾ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, അവർ നമുക്ക് പ്രതിഫലം തരും, നമുക്ക് സമ്മാനം തരും, നമുക്ക് ശിക്ഷ തരും എന്ന് വിശ്വസിക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇസ്ലാം. ഇസ്ലാമിൽ 2, ഹിന്ദുവിൽ 1 എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്കോർ നിലയില്ല. കണ്ണൂർ പഴയ കൊലപാതകങ്ങൾ നടന്നപ്പോൾ സ്കോർ നില കണക്കാക്കുന്നതാണ് പ്രവീൺ കണക്കാക്കുന്നത്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ താങ്കളിലേക്ക് ശ്രീ രാഹുൽ ഈശ്വർ, പലപ്പോഴും മന്ത്രവാദത്തിന്റെ സൈക്കോ ലിംഗ്വിസ്റ്റിക് എന്നോ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എന്നോ ഒക്കെ പറഞ്ഞിട്ട് അതിനെ അനുകൂലിക്കാം താങ്കൾക്ക് വേണമെങ്കിൽ. പക്ഷേ മന്ത്രവാദത്തിൽ കൊലപാതകത്തിനെ കുറിച്ച് എവിടെ പറയുന്നു? ഒരു കാരണവശാലും അത് യോജിക്കാൻ കഴിയില്ല. ഇത് അനുകൂലമോ എതിരോ അല്ല, അങ്ങനെ ഒരു ബൈനറി അല്ല. ഇപ്പം കേരളം ശരിക്കും അന്ധവിശ്വാസങ്ങളുടെ പിടിയിലാണ്. 2 തരം അന്ധവിശ്വാസമുണ്ട്. 1 അന്ധവിശ്വാസം, 2 അന്ധ അവിശ്വാസം. ചില മതങ്ങളിലെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ല, എന്റെ വഴി പോയാൽ മാത്രമേ സ്വർഗത്തിലെത്തൂ. അതേപോലെ മറ്റൊരാളാണ് നിങ്ങൾ ഈ പറയരുത്, ഞാൻ പറയുന്ന അല്ലാതെ വേറൊരാളുടെ പോയിന്റുകൾ തൊട്ടു പോകരുതെന്ന് പറയുന്നത് ഒരുതരം ബാലിശമായ വാദമാണ്. വേറൊരാൾ പറയുന്നതിൽ ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ അത് അംഗീകരിച്ചു പോയാൽ നീ പടിക്ക് പുറത്താണെന്ന് പറയുന്നത് ഒരുതരം കൾച്ചറൽ ഫാസിസമാണ്, സാംസ്കാരിക ഫാസിസമാണ്. അത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ. എന്റെ പോയിന്റിലേക്ക് തിരിച്ചു വന്നാൽ പവർ ഓഫ് സജഷൻ ആണിത്. അതായത് മനഃശാസ്ത്രത്തിൽ നമ്മൾ പറയുന്ന പവർ ഓഫ് സജഷൻസ് ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു എക്സ്പ്ലോയിറ്റേറ്റീവ് ആംഗിൾ നടക്കുന്നുണ്ട്. ഒരു വിശ്വാസിയായി വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന എനിക്കത് പറയാൻ കഴിയും. പലപ്പോഴും ലൈംഗിക ചൂഷണം അടക്കം പെൺകുട്ടികൾ മേൽ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താ? അന്ധമായി ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു സമൂഹം അപ്പുറത്ത് ഇതിനെ എങ്ങനെയും അടിച്ചമർത്തി ഇവരുടെ എല്ലാ വിശ്വാസങ്ങളെയും എതിർക്കണമെന്നും ഇല്ലാതാക്കണമെന്നും പരിഹസിക്കണമെന്നും വിശ്വസിക്കുന്ന മറ്റൊരു യുക്തിവാദികളെന്ന് സ്വയം വിളിക്കുന്ന നിരീശ്വരവാദികളുടെ സമൂഹം മറുവശത്ത്. ശരിക്കും നമുക്കിതിൽ യുക്തിയും ഭക്തിയും തമ്മിലുള്ള സമന്വയത്തിന്റെ പാത വേണം. സമന്വയം ഇല്ലാതെയാണ് ഇതിലെ 2 തീവ്രവാദികളും, അതായത് തീവ്ര സ്വരക്കാരും പോകുന്നത്. വിശ്വാസികൾ പറയുന്നത് ഇതൊന്നും യുക്തിയൊന്നുമല്ല, നിന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് തെളിവില്ലല്ലോ, അതുപോലെ നീ ഞങ്ങൾ പറയുന്ന എല്ലാം വിശ്വസിച്ചോണം. മറുവശത്ത് തീവ്ര നിരീശ്വരവാദികൾ പറയുന്നത് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്, വേദാന്തം മുഴുവൻ തെറ്റാണ്, ഫിലോസഫിക്കലി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും പാടില്ല, നിങ്ങളെല്ലാം മണ്ടന്മാരാണ്. ഈ 2 എക്സ്ട്രീംസും അല്ലാതെ, ഈ 2 ഫ്രിഞ്ചും അല്ലാതെ ഒരു സെൻട്രിസ്റ്റായി നിന്ന് ഇതിന്റെ ശരിതെറ്റുകളെ കുറിച്ചും, ഇപ്പം വൈദിക പാരമ്പര്യം പറഞ്ഞു, വേദാന്തത്തിലാണ് ഏറ്റവും ലോഫ്റ്റിയർ ഫിലോസഫി ഉള്ളത്. ബ്രെയിൻ വേവ്സ് അടക്കം, സ്റ്റേറ്റ്സ് ഓഫ് കോൺഷ്യസ്നെസ് അടക്കം എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ സൂചന അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എന്റെ ചോദ്യം വീണ്ടും, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻ വളരെയധികം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. 99% ഇത് ചെയ്യുന്ന ആൾക്കാർക്കും പഠനമില്ലാതെ ചെയ്യുകയാണ്. അവരൊരു പാരഫെർനേലിയ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇനിയും ഹിന്ദു ആയതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, പക്ഷേ പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. 100 രൂപയ്ക്ക് കാവ്യ മേടിച്ചിട്ടാൽ ആർക്കും ഒരു കള്ളസന്യാസി ആവാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. ശരി, വ്യക്തമാണ്. ചിന്ത, ഇത്തരം മന്ത്രവാദങ്ങൾക്കെല്ലാം ഇരയാകുന്നത് പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് വലിയൊരു പരിധി വരെ. എന്തായിരിക്കും കാരണം? ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഒരു കാര്യം, ഇത്തരത്തിൽ മന്ത്രവാദത്തിനെ 2നെ ബാലൻസ് ചെയ്ത്, യുക്തിവാദത്തെയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൈവിക ചിന്തയെ 2നെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം മാത്രമല്ല CPM ഏതാണ്ട് ആ നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ഒരിക്കലും വിശ്വാസത്തിന് CPM എതിരല്ല, വിശ്വാസികൾക്ക് വിശ്വാസമാവാം. നിങ്ങൾ അതല്ല ബാലൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് മന്ത്രവാദത്തെ, കൊലപാതകം നടന്ന മന്ത്രവാദത്തെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞ രാഹുൽ ഈശ്വറാണ് വലിയ കൊലപാതകം നടന്ന മന്ത്രവാദത്തിനെ തികച്ചും എതിർക്കുവാൻ വേണ്ടിയിട്ട് യുക്തിവാദികളും ഭക്തിവാദികളും ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ അതിലെവിടെയാണ് അനുകൂലം ഉണ്ടാകുന്നത്? അല്ല, പക്ഷേ ഇതിനകത്ത് ഒരുപാട് യാഥാർത്ഥ്യമുണ്ടെന്നും ആ യാഥാർത്ഥ്യം കേരളത്തിലെ സമൂഹം തിരിച്ചറിയണമെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തെ പോലെ ഇത്രയും വെൽ എഡ്യൂക്കേറ്റഡ് ആയി അദ്ദേഹത്തിന്റെ പൊസിഷൻ ഞാൻ മനസ്സിലാക്കുന്നത് 2ആണ്. ഒന്ന്, ഒരു ഭാഗത്ത് അതിന് ഒരു തരത്തിലുള്ള ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും പോസിറ്റീവായിട്ട്, എന്നാൽ അത് അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേറ്റീവുമാണ്. അതിന്റെ 2ാമത്തെ ഭാഗത്തിന് എതിർക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും മന്ത്രവാദം എന്ന് പറയുന്നത് വിശ്വാസം എന്ന് പറയുന്നതിനേക്കാൾ ഒരുപാട് വിഭിന്നമായി നിൽക്കുന്ന ഒരു വസ്തുതയാണ്. വിശ്വാസവും മന്ത്രവാദവും എന്ന് പറയുന്നത് 2 എക്സ്ട്രീം ആണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. വിശ്വാസികളെ ഒരിക്കലും ഇത്തരത്തിലുള്ള അനാചാരങ്ങളിലേക്ക് കൊണ്ടെത്തിക്കരുത്. വിശ്വാസം അല്ലെങ്കിൽ മതത്തിനോടുള്ള താല്പര്യം അതൊന്നും ഒരു സുപ്രഭാതത്തിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇന്ന് നമ്മുടെ അവസാനിപ്പിക്കാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അല്പം പരാജയപ്പെട്ടു. ഒരിക്കലും പരാജയപ്പെട്ടു എന്നല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ കാലത്തിലും ഉയർത്തിപ്പിടിക്കുന്നത് മതം എന്ന് പറയുന്നത്, പലപ്പോഴും മാർക്സ് പോലും പറഞ്ഞിട്ടുള്ളത്, മതം എന്നത് ദുഃഖിക്കുന്ന മനസ്സിന് ആശ്വാസം നൽകുന്നെങ്കിൽ ആ മതത്തെ അല്ല എതിർക്കുന്നത്. ചിന്തയുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മുഹമ്മദ് ഖാൻ, ഇപ്പൊ ക്ലെവ്ലാൻഡ് യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടർ ടട്ലറുടെ സ്റ്റഡി 2010 ഹിന്ദുവിൽ റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ മാസം 2014 ജൂലൈ 10 പണ്ഡിറ്റ് പ്രമോദ് ജോഷ് എന്ന ജിയോപത്തോളജിസ്റ്റിന്റെ സ്റ്റഡി, അതുപോലെ ഡോക്ടർ അവിനാഷ് ഇനാംദാർ എന്ന പൂനെയിലെ സെസൂൺ ജനറൽ ഹോസ്പിറ്റലിലെ വ്യക്തി US നടത്തിയ റിസർച്ചിൽ നിന്നുണ്ടായിട്ടുള്ളത്, മന്ത്രങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു സൈക്കോ ലിംഗ്വിസ്റ്റിക് ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെ രംഗത്ത് നിന്നുകൊണ്ട് കടന്നു വരുന്ന വ്യക്തികളാണ്. എങ്ങനെ നോക്കിക്കാണും? വളരെ പ്രസക്തമായ ചോദ്യമാണ്.
അതായത് ചെറിയ ചെറിയ ശരികളെ ഊതി വീർപ്പിച്ച് ആളുകളെ വലിയ ആപത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്താവനയാണ്. കാരണം ഒരു രോഗമുണ്ടെങ്കിൽ അത് പല കാരണം കൊണ്ടും തനിയെ മാറും. അങ്ങനെയുള്ള ഗ്യാപ്പിലാണ് പല അൺകൺവെൻഷനൽ ആയിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ കയറി വരികയും പിടിമുറുക്കുകയും ചെയ്യുന്നത്. ഇവിടെയാണ് ആപത്ത് എല്ലാം ഒളിഞ്ഞു കിടക്കുന്നത്. ഇത് ശരിയല്ല. ബ്രെയിനെ കുറിച്ചും മസ്തിഷ്കത്തെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മന്ത്രം ചെയ്യൂ എന്ന് പറഞ്ഞു. അത് ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷെ ഇന്ന് അങ്ങനെ അല്ല. ഇത് നമ്മൾ ഒരുപാട് വികസിച്ചു കഴിഞ്ഞു. ഇന്നത്തെ പത്രത്തിൽ റിപ്പോർട്ടിൽ അമിഗ്ദലയെ കുറിച്ച്, ഒരാളുടെ അമിഗ്ദലയിൽ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അയാൾക്ക് GPS നഷ്ടപ്പെട്ടു എന്ന് അത്ര ആഴത്തിൽ പഠിക്കാൻ കഴിയുന്ന ഒരു വേളയിൽ ഇത്തരം ചെറിയ ചെറിയ ആശ്വാസങ്ങളെ ഊതി വീർപ്പിച്ച് ആളുകളെ ചെറിയ ചെറിയ ആശ്വാസങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിപ്പം ഞാൻ പറയാം, ഒരു രോഗത്തിന് മരുന്ന് കഴിച്ചാലും മാറും, മരുന്ന് കഴിച്ചില്ലെങ്കിലും മാറും. ഹോമിയോയെ കുറിച്ച് ഒരു തമാശ പറയാറുണ്ട്. ഹോമിയോ മരുന്ന് കഴിച്ചാൽ ഒരാഴ്ച കൊണ്ട് രോഗം മാറും, കഴിച്ചില്ലെങ്കിൽ 7 ദിവസം കൊണ്ട് മാറും. ഇതുപോലെയാണ് നമ്മുടെ എല്ലാ ശാരീരിക പ്രക്രിയകൾക്കും എതിർ പ്രക്രിയയുണ്ട്. ബോഡിക്ക് ഒരു ഇമ്മ്യൂണിറ്റി എഫക്ട് കഴിവുണ്ട്. ആ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ചില രോഗങ്ങൾ മാറുമെങ്കിൽ അതിനെ ഊതി വെറുപ്പിച്ചുകൊണ്ട് എല്ലാം ഞങ്ങൾ മാറ്റിത്തരാമെന്ന് പറയുന്നത് തെറ്റാണ്. മാത്രമല്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു നല്ല സമ്പ്രദായത്തെ വിട്ടുകൊണ്ട് ആളുകൾ ഇമാതിരി തെറ്റായ സമ്പ്രദായത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ് ആലോചിക്കുക. അത് അവരെ അങ്ങോട്ട് ആട്ടിപ്പായിക്കുന്ന ആരാണ്? മതമാണ്, മതവിശ്വാസമാണ്, മതരീതികളാണ്, മതബോധങ്ങളാണ്. മാത്രമല്ല, രാഷ്ട്രീയക്കാർക്കും മാധ്യമങ്ങൾക്കും ഇതിൽ ശക്തമായ പങ്കുണ്ട്. എല്ലാ താങ്കളുടെ വാദം വ്യക്തമാണ്. താങ്കൾക്ക് ഒരു ഡെമോൺസ്ട്രേഷൻ മന്ത്രവാദത്തിനെ കുറിച്ച് ലൈവായി തന്നെ കാണിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഞാൻ അതിനിടയിൽ ശ്രീ ജോർജ് മാത്യുവിലേക്ക് പോകാം. താങ്കൾക്ക് ആ തയ്യാറെടുപ്പുകൾ ഉണ്ടെങ്കിൽ അത് മുന്നോട്ടെടുക്കാം. ഡോക്ടർ ജോർജ് മാത്യു, ഈ പലപ്പോഴും മനുഷ്യന്റെ പല തീരുമാനങ്ങൾക്കും പല നീക്കങ്ങൾക്കുമൊക്കെ കാരണം മനസ്സാണ്. ഈ മനസ്സിനെ ഒരു 80 വർഷത്തോളം 100 വർഷത്തിൽ ഇപ്പുറത്തേക്ക് ആയിട്ടുള്ളൂ സൈക്കാട്രിക് മെഡിസിനുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ ശക്തമായ ട്രീറ്റ്മെന്റ് എന്നുള്ള രംഗം കൊണ്ടുവന്നിട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും കൗൺസിലിംഗ് ഉപയോഗിച്ചുകൊണ്ടോ സൈക്കോ അനാലിസിസ് പോലുള്ള ഫ്രോയിഡിയൻ ചിന്തകൾ കൊണ്ടോ ഒക്കെയാണ് പലപ്പോഴും മനഃശാസ്ത്രം തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഈ സൈക്കോ അനാലിസിസ് പോലെയോ കൗൺസിലിംഗ് പോലെയോ ഉള്ള ഒരു ഇഫക്റ്റാണ് മന്ത്രവാദത്തിലൂടെ നടക്കുന്നതെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. ഒരു ചെറിയ വ്യത്യാസമുള്ളത്, മനഃശാസ്ത്രപരമായ ചികിത്സാ രീതികൾ കുറച്ചുകൂടെ ഡയറക്റ്റാണ്, ഓപ്പണാണ്. മന്ത്രവാദത്തിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പ്രത്യക്ഷമല്ല, പരോക്ഷമാണ്. അതിനകത്തും ഒരു സജസ്റ്റീവ് എഫക്റ്റോ എക്സ്പെക്റ്റൻസി എഫക്റ്റോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ പലപ്പോഴും അത് തുറന്ന് പറയാറില്ല. നേരെ മറിച്ച് ഇത് വേറെ എന്തോ ആണ് എന്നുള്ള മട്ടിലാണ് അവർ അത് ചെയ്യുന്നത്. പക്ഷേ ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾസ് രണ്ടിലും ഉണ്ടാകാം. ഞാൻ അവിടെ എൻ്റെ ഒരു സംശയം ഒന്ന് ദൂരീകരിക്കാൻ ആഗ്രഹിക്കുന്നത്, മന്ത്രവാദം മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടായിരിക്കാം ചെയ്യുന്നത്, പക്ഷേ അതിന് ഉള്ളിൽ ഇത് സംഭവിക്കുന്നുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? സംഭവിച്ചേക്കാം. ശരി, ശ്രീ മുഹമ്മദ് ഖാൻ, താങ്കൾക്ക് അത് തുടരാം. സാധാരണ മന്ത്രവാദികൾ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ചെപ്പടി വിദ്യകൾ കാണിക്കാറുണ്ട്. അന്തരിച്ചു പോയ വലിയൊരു ആൾദൈവം തന്നെ അദ്ദേഹത്തിന്റെ അനുയായികളെ ആകർഷിച്ചിരുന്നത് മാജിക്കിലൂടെയാണ്. എന്തിന്? അന്നത്തെ ചീഫ് ജസ്റ്റിസ്, അന്നത്തെ പ്രസിഡന്റ് പോലും ഇക്കാര്യം വിശ്വസിച്ചു പോയെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാനേ ഇല്ല. ഇപ്പൊ ഒരു ഡെമോൺസ്ട്രേഷൻ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഒരു തേങ്ങ മന്ത്രിച്ചു വെച്ചിട്ടുണ്ട് എന്ന് സങ്കല്പം. മന്ത്രിച്ചിട്ടില്ല ഞാൻ. ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. തീ അണയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന വെള്ളം ഇവിടെ ഒഴിച്ചപ്പോൾ തീ ആളിക്കത്തിയിരിക്കുകയാണ്. ഇത് ആരിലാണ് അതിശയം ഉണ്ടാക്കാത്തത്? ഇമാതിരി പ്രോഗ്രാം ലൈവ് ആണ്, തീ പടർന്ന് കത്തില്ലല്ലോ. അതിന്റെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഇതെന്തെന്ന് ചോദിച്ചാൽ ഞാനിത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നെ പറയാം. ഇത് ഒരു നിസാരമായ കെമിക്കൽ വിദ്യയാണ്. ഇതിൽ ഞങ്ങൾ സോഡിയം മെറ്റൽ ഒളിപ്പിച്ചു വെച്ചിരുന്നു. സോഡിയവും വെള്ളവും തമ്മിൽ പ്രവർത്തിപ്പിച്ചാൽ തീ പിടിക്കും. ഈ ഒരു ട്രിക്കിനെ ഉപയോഗിച്ചുകൊണ്ട് ആളെ ആകർഷിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാനൊരു ചന്തയിൽ പോയി നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ ഇത് പരീക്ഷിച്ചിട്ടുള്ളതാണ്. തമിഴ്നാട്ടിലെ ഒരു ഗ്രാമത്തിൽ പോയി സ്വാമിയുടെ വേഷം ധരിച്ച് ഇത് കാണിച്ചപ്പോൾ
ഞങ്ങൾ പറയുന്നതനുസരിക്കാൻ, ഞങ്ങളോട് കാര്യങ്ങൾ ആവശ്യപ്പെടാൻ ആളുകൾ ഒത്തുകൂടി എന്നുള്ളത് ഞങ്ങൾ പരീക്ഷിച്ച് നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ കണ്ടു കഴിഞ്ഞാൽ ഇന്നതിന്റെ ഒരു വ്യാപ്തി കുറയുന്നു എന്നുള്ള വസ്തുവാണ്. ഇന്ന് ഒരുപാട് മാജിക് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് മാജിക് ആണെന്ന് മനസ്സിലാക്കാനുള്ള അവബോധം എങ്ങനെ ചോദിച്ചാൽ, പണ്ട് വഴിയിൽ കൂടി നടക്കുമ്പോൾ യക്ഷി അടിക്കും. ഇന്ന് യക്ഷിയെ കാണാനില്ല. കാരണം വെളിച്ചം വന്നു, ടോർച്ച് ലൈറ്റ് വന്നു. അപ്പോൾ ഇത്തരം വെളിച്ചങ്ങൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും പലതിനും പിറകെ പോകേണ്ടി വരും. അങ്ങനെ ഒരു നല്ല അതായത് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ആൾക്കാരെ പറ്റിച്ച് അട്രാക്ട് ചെയ്തെടുക്കുന്നതാണ് മന്ത്രവാദികൾ എന്നാണ് താങ്കളുടെ വാദം. അതൊരു ഉപാധിയായി എടുക്കുന്നു. എന്താണ് താങ്കളുടെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു ഇതിനോട്? മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സാധനമൊന്നുമല്ല, ഇത് ആളെ പറ്റിക്കൽ വ്യവസ്ഥ എന്നതാണ്. ശരി, മന്ത്രവാദത്തിന് നമുക്ക് ഒരു കാഴ്ചപ്പാട് തന്നെയുണ്ട്. അതിന് വ്യഭിചരിച്ചതിന് ശാസ്ത്രം ഉത്തരവാദിയല്ല. മന്ത്രവാദത്തിലെ പലതര പ്രക്രിയകളുണ്ട്. അതിൽ തന്നെ സാത്വിക മന്ത്രവാദം, രാജസ മന്ത്രവാദം, താമസ മന്ത്രവാദം എന്നുള്ള ക്രമത്തിൽ അതിൻ്റെ ചിട്ടകൾക്കനുസരിച്ച് ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സാറ് പറഞ്ഞു ഇവിടെ നമ്പൂതിരിമാരുടെ മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞു. ഒരു സമുദായത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ആ ഉദ്ദേശത്തിലല്ല പറയുന്നത്. നമ്മൾ ശ്രദ്ധിച്ചറിയാം, ഇന്ന് വരെ നടന്ന മന്ത്രവാദങ്ങളിൽ എന്തെങ്കിലും അപകടങ്ങളോ ദൂഷ്യവശങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും പാരമ്പര്യമായിട്ട് കിട്ടിയ മന്ത്രവാദത്തിന് അംഗീകരിക്കപ്പെട്ടതായ ചില ബ്രാഹ്മണ കുടുംബങ്ങളുണ്ട്. അവർ ചെയ്ത മന്ത്രവാദം ചോദിക്കട്ടെ. ഇപ്പൊ നൂറനാടും തങ്ങളിലേക്ക് ഇപ്പൊ തന്നെ വരാം. നൂറനാടിലും പത്തനംതിട്ടയിലും ഒക്കെ നടന്ന മരണങ്ങളെ, മന്ത്രവാദത്തിന്റെ പേരിൽ നടന്ന മരണങ്ങളെ, അത് മന്ത്രവാദത്തിന്റെ പേരിൽ നടന്ന മരണങ്ങൾ അല്ല എങ്കിൽ എന്തുകൊണ്ട് അതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം പോലും വിശ്വാസി സമൂഹം ഉയർത്തി കാണുന്നില്ല? അത് തീർച്ചയായിട്ടും എതിർക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം മന്ത്രവാദത്തിന്റെ പേരിൽ പല പേക്കൂത്തുകളും കാണിക്കുന്നു. ഇത് മന്ത്രവാദത്തിന്റെ പേരിൽ മാത്രമല്ല. ഈ മന്ത്രവാദത്തിൽ ആൾക്കാരെ തല്ലുക, അടിക്കുക, ഇതൊക്കെ ഈ മന്ത്രവാദത്തിലുണ്ടോ? ഈ വ്യവസ്ഥയില്ല. മന്ത്രവാദത്തിൽ ഇത്തരം വ്യവസ്ഥകളില്ല. മന്ത്രവാദത്തിലെ മന്ത്രം ചൊല്ലുകയും മന്ത്രസിദ്ധി വരുത്തി ആവശ്യമായിട്ടുള്ള പ്രക്രിയകളിലൂടെ ചെയ്യല്ലാതെ ദേഹോപദ്രവം ചെയ്യാൻ വേണ്ടി ഒരു ഇത്തരത്തിൽ ദേഹോപദ്രവം നടത്തി ഇതുവരെ നടന്ന മരണങ്ങളെ മന്ത്രവാദി അല്ലെങ്കിൽ മന്ത്രത്തിനെ അനുകൂലിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾ തള്ളിക്കളയുകയാണ്. അതെ അതെ. കാരണം അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആദ്യകാലത്തെ ഈ മന്ത്രവാദത്തിനെ ഈ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായപ്പോൾ നമ്മൾ അതിനെ മന്ത്രവാദം എന്നല്ല വിളിച്ചത്, ദുർമന്ത്രവാദം എന്ന് വിളിച്ചു. ഇപ്പോ രാഹുൽ ഇവിടെ ഒരു സ്ഥിരം പറയുന്ന അന്ധവിശ്വാസി, അന്ധവിശ്വാസി, അന്ധ ഇടനിലക്കാരൻ, ഇതൊരു ക്ലീഷയാണ്. അതുകൊണ്ട് ഞാൻ അതിനെ പ്രതികരിക്കുന്നത്. ഇദ്ദേഹം പറഞ്ഞത് വിഷയമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും. ഈ ശുഭാനന്ദന്റെ ആശ്രമം, ശുഭാനന്ദന്റെ ആശ്രമത്തിൽ നിന്ന് ആള് പോയാണ് ഇപ്പൊ പത്തനംതിട്ടയിലെ കുട്ടിയെ മന്ത്രവാദം ചെയ്തു പോകുന്നത്. ആരാണ് ശുഭാനന്ദൻ? അമൃതാനന്ദമയി ഉയർന്നു വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരാൾ ദൈവമായിരുന്നു. അമൃതാനന്ദമയുടെ പ്രഭാവത്തിൽ എരിഞ്ഞടങ്ങിയ ഒരാൾ ദൈവം എന്ന് പറയാം. ഇത്തരം ആശ്രമങ്ങളിൽ നിന്ന് വന്ന് നടത്തുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുഖ്യധാരയിൽ രാഷ്ട്രീയ നേതാക്കൾ തൊട്ട് മുഖ്യധാര പത്രങ്ങൾ വരെ പ്രാണൻ കളയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ പറഞ്ഞ ഒരു ആൾ ദൈവം. അപ്പം അതൊന്നും അനൗദ്യോഗികമായിട്ടുള്ള കാര്യമല്ല. ഇനി താങ്കൾ പറഞ്ഞൊരു കാര്യം, പ്രിയപ്പെട്ട പ്രവീൺ, നിങ്ങളൊരു ഒരു പട്ടിയെ കാണുമ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടാവും അല്ലേ? നിങ്ങൾക്കൊരു അലുവ കാണുമ്പോൾ നിങ്ങൾക്കൊരു അതിനോടൊരു താല്പര്യം ഉണ്ടാവും. ലോകത്ത് കാണുന്ന നമ്മൾ പേടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പേടിച്ചു പോകും. ഒരു 99% ആൾ നല്ലതാണ് പേടിപ്പിക്കും. കൊതിപ്പിച്ചു കഴിഞ്ഞാൽ കൊതിക്കുകയും ചെയ്യും. ഇങ്ങനൊരു സ്വഭാവം മനുഷ്യനുണ്ട്. ഇത് നിങ്ങളെന്ന് ഷൗട്ട് ചെയ്യാണ്. നിങ്ങൾ നോക്കി ഷൗട്ട് ചെയ്യുമ്പോൾ നിങ്ങളിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിന് നിങ്ങൾക്ക് ഭീതി ഉണ്ടാവും, നിങ്ങളുടെ തലച്ചോറിൽ അമിഗ്ദാലയിൽ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഇതെന്നിട്ട് പറയാണ്, ഞാൻ ഈ പറഞ്ഞത് നിങ്ങളുടെ തലച്ചോറിൽ വളരെ വൈദ്യുതിപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നൊരു സ്റ്റഡി എഡ്വേർഡ് ഹോൺസൺ നടത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഇത്തരം കാര്യങ്ങൾ ഞാൻ വളരെ ഇപ്പൊ താങ്കൾ ഒരു സ്റ്റഡി ഉന്നയിച്ചു. ഈ സ്റ്റഡി ഉന്നയിച്ചിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ മന്ത്രവാദം എന്ന് പറയുന്നത് അല്ല, താങ്കൾക്ക് ഒന്നുകിൽ ആ സ്റ്റഡിയെ കൗണ്ടർ ചെയ്യാം, ആ സ്റ്റഡി തെറ്റാണെന്ന് പറയൂ. ആ സ്റ്റഡി എന്നാണ്, എങ്ങനെയാണ് നടത്തുന്നതിന്റെ മെത്തഡോളജി പറയൂ താങ്കൾ. ഏത് സ്റ്റഡി പറയണമെങ്കിലും മെത്തഡോളജി, നടത്തിയ ആള്, എടുത്ത സാമ്പിൾ സൈസ്, അതിനെടുത്ത സാമ്പിളിംഗ് മെത്തഡോളജി, ഇതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ബിക്കോസ് ഇത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. താങ്കൾ ഒരു സ്റ്റഡി അവിടെ സൈറ്റ് ചെയ്യുമ്പോൾ വരുമ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ട്, ഈ ജനത്തിന് കിട്ടുന്ന എന്താണ്, ഇതിനകത്ത് എന്തോ സാധനമുണ്ട്. ഇപ്പൊ ഞാൻ പറയാം, എല്ലാ മന്ത്രവാദം നടത്തി ആളെ കൊല്ലുന്നു. ഈ ആളെ കൊല്ലുന്ന മന്ത്രവാദികളൊന്നും വെറും മോശം മന്ത്രവാദികളൊന്നും അല്ല. അവർ തൊട്ട് തലേന്ന് വരെ ഒരുപാട് രോഗങ്ങൾ പരിഹരിക്കുകയും ബാധകൾ ഒഴിപ്പിക്കുകയും ചെയ്ത് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും ആർജിച്ച മന്ത്രവാദികളാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. ഒരാളെ കൊല്ലുന്നവരെ അയാളെ സഹിക്കാം, കൊന്നു കഴിഞ്ഞാൽ അയാളെ സഹിക്കാൻ പറ്റില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മളിപ്പോൾ ഒരാൾ ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്നു, ചരട് കെട്ടിക്കൊണ്ട് നടക്കുന്ന ആൾ മന്ത്രവാദത്തിനെതിരെ പ്രസംഗിക്കുന്നു. ഇത് അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്നു.
അതോ എനിക്കറിയില്ല. അദ്ദേഹം സയന്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പൊതു സമ്പർക്ക പരിപാടിയിൽ അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അതുമായിട്ട് ഒത്തുപോകുന്നതാണോ എന്നുള്ളൊരു ചോദ്യം വരത്തില്ലേ? ഞാൻ വിമർശിച്ചുകൊണ്ട് പറയില്ല. നമ്മൾ ഒരു സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന സാധനം ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും, അതായത് ഇവിടെ ഇരിക്കുന്ന രാഹുൽ ഈശ്വരനായാലും ഇദ്ദേഹത്തിനായാലും സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത് മാനവീയത എന്ന് പറയുന്നതും അന്വേഷണ ത്വര എന്ന് പറയുന്നതും വളർത്താനായിട്ടുള്ള അധികാരവും അവകാശവും കടമയുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ സമീകരിക്കുമ്പോൾ എന്താ സമീകരിക്കുക? ഒരു രണ്ട് കാര്യത്തിൽ ഭൂമി പറന്നതാണെന്നും ഉരുണ്ടതാണെന്നും രണ്ടു കൂട്ടർ പറയുമ്പോൾ ഒരാൾ പറയാം എന്നാ അവർ ഇഡ്ഡലി പോലെ ഇരിക്കുക, ഞാൻ നടുക്ക് നിൽക്കുന്ന ആളാണ്, ഞാൻ വലിയ ആളാണ്, ഇവർ രണ്ടും കൂടി ഭയങ്കര അടിയാണ്. അങ്ങനെ ഒരു സമീപനം പാടില്ല. ശാസ്ത്രത്തിന്റെ പക്ഷത്തിൽ നിന്നാണ് പറയുകയാണെങ്കിൽ ഇവിടെ മന്ത്രവാദം എന്ന് പറയുന്നത് മുഖ്യധാര മതത്തിന്റെ കൂടെ ഉള്ളതാണ്. ഇപ്പോൾ ഞാൻ അടുത്തിടെ കോഴിക്കോട് പോയപ്പോൾ ഒരു അന്ധവിശ്വാസ വിരുദ്ധ സെമിനാർ എന്ന് പറഞ്ഞൊരു വലിയ ഇത് കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇത് ആരാണ്, ഇത് ഈ പരിഷത്തുകാരാണോ യുക്തിവാദിക്കാരാണോ എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഭയങ്കര വലിയ ഫ്ലെക്സ് ആണ്. കുറച്ച് കഴിഞ്ഞ് സൂക്ഷിച്ച് നോക്കിയപ്പോൾ കാണാനകത്ത് ഇരിക്കുന്ന മുജാഹിദീൻ കമ്മിറ്റിയാണ് അന്ധവിശ്വാസ വിരുദ്ധ സമരം നടത്തുന്നത്. അവരാർക്കെതിരെ നടത്തുന്നത്? അവരുടെ ഇസ്ലാമിൽ തന്നെയുള്ള ഒരു സബ്സെറ്റിനെതിരെയാണ്. അപ്പോൾ അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ പലപ്പോഴും അന്യന്റെ വിശ്വാസം എന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും നമ്മൾ പൊതുവിൽ കാണുന്നത് കുറെ അന്ധവിശ്വാസങ്ങളെ താലോലിക്കുകയും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ആരെങ്കിലും മരിക്കുമ്പോൾ അവനെതിരെ എല്ലാവരും. ഈ അന്ധവിശ്വാസം എന്നുള്ള വാക്കുകൊണ്ട് താങ്കൾ എന്താണ് ഇതിനെ? യു ആർ ബിലീവിംഗ് വിത്തൗട്ട് എവിഡൻസ്. തെളിവില്ലാതെ നിങ്ങൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു. ചിന്ത ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഇപ്പൊ മന്ത്രവാദത്തിനെ കുറിച്ചും മന്ത്രവിശ്വാസങ്ങളെ കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിക്കുകയുണ്ടായി. ഈ ആൾക്കാർക്കിടയിൽ ഈവൻ ക്യാമ്പസുകളിലെ യുവത്വത്തിനിടയിൽ പോലും പലപ്പോഴും പേടിക്കുന്നത്, പറഞ്ഞു കേൾക്കുന്നത് ഒക്കെ ആയിട്ടുള്ളതാണ് ഈ വാദ, ഭൂതം, പ്രേതം, പിശാച്, യക്ഷി. ഒരുവിധം കേരളത്തിലെ എല്ലാ ഹോസ്റ്റലുകളെ ചുറ്റിപ്പറ്റി പോലും നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസിൽ പോലും, സാറിന്റെ വീടിന് വളരെ അടുത്താണത്, പോലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് യുവത്വം ഇത്ര അധപ്പതിക്കുന്ന രീതിയിലേക്ക് പോകുന്നത്? യുവത്വം മാത്രമല്ല അധപ്പതിക്കുന്നത്, യുവത്വവും അധപ്പതിക്കുക. യുവത്വത്തിനകത്തും ഇത്തരത്തിലുള്ള ചില ചിന്താഗതികൾ പോലുള്ള ഒരു പ്രസ്ഥാനം വളരെ ശക്തമായി നിൽക്കുന്ന കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിൽ ഡെക്കേഡുകളായിട്ട് ഈ വിശ്വാസം നിലനിൽക്കുകയാണ്. തകർക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് തകർക്കാൻ കഴിയുന്നില്ല എന്നല്ല, പുരോഗമന സ്വഭാവവും പുരോഗമന ചിന്തയും SFI ഉള്ള ക്യാമ്പസുകൾക്കകത്തേക്ക് കടത്തിവിടാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് കടന്നു പോകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഇപ്പോൾ യൂണിവേഴ്സിറ്റി കലാലയത്തിനകത്ത് കാര്യവട്ടം ക്യാമ്പസിനകത്ത് ഹൈമാവതി കുളം എന്ന് പറഞ്ഞ് ഒരു വലിയ വിശ്വാസം അവിടെ കാലാകാലങ്ങളിലായി വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടെ വന്നുപോയവർ പഴങ്കഥ പോലെ പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അതിലെങ്ങും യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കെതിരെ കാലാകാലങ്ങളായി പഠിക്കുന്ന വിദ്യാർത്ഥികളെന്നല്ല, കാലാകാലങ്ങളായി ആ രൂപത്തിലുള്ള ആശയങ്ങൾ ഓരോ ചോദ്യത്തിലേക്ക് തിരിച്ചു. ഞാനൊരു ഉദാഹരണമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ, അതിൽ മാത്രമായി നമ്മൾ ഒതുക്കണ്ട. എന്റെ ചോദ്യത്തിലേക്ക് എന്തുകൊണ്ട് യുവത്വത്തിന്റെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ ഇന്നും കടന്നു വന്നുകൊണ്ടിരിക്കും? നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ പ്രബലമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസത്തെ കച്ചവടമാക്കിയിരിക്കുന്ന, ഇതിനെ ഒരു ബിസിനസ് ആക്കി മാറ്റിയിരിക്കുന്ന, വ്യവസായമാക്കി മാറ്റിയിരിക്കുന്നവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും. രാഹുൽ ഈശ്വർ, ഇതാണ് അവിടുത്തെ പ്രശ്നം. അന്ധവിശ്വാസം, വിശ്വാസം, ഇതെല്ലാം ഇന്ന് കച്ചവടത്തിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുത്ത്, ഇപ്പൊ നമ്മള് അന്ധവിശ്വാസത്തിനെ കുറിച്ച് ഒരു പരിപാടി തന്നെ ചെയ്തിരിക്കുന്ന ചാനലിലേക്ക് നോക്കിയാൽ 11 മണിക്ക് ശേഷം അന്ധവിശ്വാസത്തിന്റെ പേക്കൂത്താണ് അതിൽ നടക്കുന്നത്. ഇതുപോലെ തന്നെ അന്ധവിശ്വാസത്തിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതുന്ന പത്രത്തിന്റെ മുകളിൽ വലത്തിലും ഇടത്തിലുമായിട്ട് ചാത്തൻ സേവയെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് ആണ്. ഇവിടെ ഇത് കച്ചവടവൽക്കരിക്കുന്നതിനെതിരെ നിങ്ങൾ അതുപോലെ തന്നെയാണ് അവിടുത്തെ അറബി മാന്ത്രികത്തിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ. ഇതിനെതിരെ വിശ്വാസി സമൂഹം പ്രതികരിക്കുന്നില്ല. രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇതിനെതിരെ വിശ്വാസി സമൂഹം പ്രതികരിക്കണം. പലപ്പോഴും വിശ്വാസി സമൂഹത്തിൽ മോഡറേറ്റ് ആയി നിൽക്കുന്നവർ പ്രതികരിക്കാത്തത് തങ്ങൾ പറഞ്ഞാൽ ഇതിനിടയിൽ അടി ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചാണ്. അല്ല, എനിക്ക് അവിശ്വാസമല്ല. ധാരാളം കാര്യങ്ങൾ ഞാൻ നമ്പേഴ്സ് എടുത്ത് പറയുന്നില്ല. അന്ധവിശ്വാസം മാത്രമല്ല, കേരള സമൂഹത്തിനെ സാമ്പത്തികമായി ബാധിക്കുന്ന വിശ്വാസങ്ങളിൽ പോലും ഒരു നിലപാടെടുക്കാനും കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ ഒരുപക്ഷെ നേരിടാനാണെങ്കിലും നേരിട്ടുകൊണ്ട് ഈ ദൂരദർശന്റെ ചാനൽ ഇരുന്നുകൊണ്ട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. മറ്റൊരു വിഷയം പോട്ടെ. എന്നിരുന്നാൽ തന്നെ ഇതിപ്പം യുക്തിവാദം എന്ന് പറയുന്ന ഒരു ക്ലീഷയായി മാറി, അന്ധവിശ്വാസം എന്ന് പറയുന്ന ഒരു ക്ലീഷയായി മാറി. ക്ലീഷകൾക്കപ്പുറം നമുക്ക് ചെയ്യേണ്ടത് എന്താ? ഒരു വിശ്വാസി എന്ന രീതിയിൽ ഞാൻ അവരെ അഭ്യർത്ഥിക്കുകയാണ്, അവരെ സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാർ, യുക്തിവാദികൾ, ഒരുപക്ഷെ നിരീശ്വരവാദികൾ പോലും നമ്മുടെ പാരമ്പര്യത്തിൽ നിരീശ്വരവാദത്തെ ഉയർത്തി കണ്ടിട്ടുള്ള ഒരു പാരമ്പര്യമാണ്. ആരും എതിർത്തിട്ടില്ല. പകരം അവരൊരു ചിന്താധാരയാണ്, അവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് വിശ്വസിച്ചൊരു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. ആരും അതിനെതിരായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമന്വയത്തിന്റെ പാത, രണ്ട് സ്റ്റഡീസ് പറയുമ്പോൾ ഉത്തരം കിട്ടാത്തതും കൊഞ്ഞനം കാണിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ഹെർബർട്ട് ബെൻസൺ, ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ, അദ്ദേഹം
അവിടെ സ്റ്റഡി നടത്തി എന്ന് പറയുമ്പോൾ ആ സ്റ്റഡിയെ കുറിച്ച് ഞാൻ ഓപ്പൺ ആയ ഒരു സാധനം ചെയ്യാം എന്നതിന് പകരം ഇല്ലാത്തൊരാളുടെ പേരിൽ അങ്ങനെ സ്റ്റഡി നടന്നിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും അശാസ്ത്രീയമായ ഒരു നിലപാടാണ്. ഓപ്പൺ മൈൻഡഡ്നെസ് ഈ ശാസ്ത്രത്തിന്റെ ഒരു വലിയ ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ആ ഓപ്പൺ മൈൻഡഡ്നെസിന്റെ വിൻഡോയിലൂടെ അന്ധവിശ്വാസം കയറ്റിവിടാൻ ആൾക്കാർ ശ്രമിക്കുന്നില്ലേ? ഉണ്ട്. ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് വിശ്വാസികളോ അല്ലെങ്കിൽ ഭക്തിവാദികളോ ശാസ്ത്രം എന്ന വാക്കിനെ ലൂസായിട്ട് ഉപയോഗിക്കുന്നു, എനർജി എന്ന വാക്കിനെ ലൂസായി ഉപയോഗിക്കുന്നു. ഇതെല്ലാം യുക്തിവാദികളെക്കാൾ അറിയുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ അമ്പലാശ്രമങ്ങളാവണോ എന്ന് പറയാറുണ്ട്. ഇത് ഇവിടെ അന്ധവിശ്വാസം പാടില്ല, ചോദ്യം ചെയ്ത് വിശ്വസിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു വരി കൂടി എനിക്ക് പറയാൻ, പരിവർത്തനത്തെ കുറിച്ച് പ്രസംഗിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരു സിസ്റ്റത്തിനുള്ളിൽ നിന്ന് പരിവർത്തനം പ്രവൃത്തിപഥത്തിൽ എത്തിക്കാനാണ് ബുദ്ധിമുട്ട്. അതിന് ഈ യുക്തിവാദികളെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെയും സ്വാഗതം ചെയ്യാൻ വലിയ അയറണിയാണ് രാഹുൽ ഈശ്വറിന്റെ സംസാരത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആകെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണ് രാഹുൽ ഈശ്വർ സംസാരിക്കുന്നത്. രാഹുൽ ഈശ്വർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെ അന്ധവിശ്വാസത്തിനെതിരെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലും വലിയ തമാശ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേറൊന്നും കാണില്ല. കാരണം രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ ഹൈന്ദവ സംസ്കാരത്തിന്റെ ആകെ ബ്രാൻഡ് അംബാസിഡറായി സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഗുരുവായൂർ അമ്പലത്തിൽ താഴ്ന്ന സമുദായക്കാരന് കയറുവാൻ വേണ്ടി സമരം നടത്തിയത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ്. അന്ന് അവിടുത്തെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നത് ബഹുമാനപ്പെട്ട സഖാവ് AKG ആയിരുന്നു. പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി മണിയടിച്ച് ഇവിടെ താഴ്ന്ന ജാതിക്കാരൻ അമ്പലത്തിൽ കയറണമെന്ന് പറഞ്ഞത്. അത്തരത്തിൽ വിമോചന പോരാട്ടങ്ങളിൽ പുരോഗമന ഇത്തരം പോരാട്ടങ്ങളിൽ പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പങ്ക് ഒരിക്കലും കേരളത്തിൽ ആർക്കും അവഗണിക്കാൻ കഴിയുകയില്ല. പക്ഷേ രാഹുൽ ഈശ്വരെ പോലെ അന്ധവിശ്വാസങ്ങളെ ഇത്രയധികം പ്രൊമോട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ കോവിലിൽ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തിയ ഒരാൾക്ക് എങ്ങനെ അന്ധവിശ്വാസത്തിനെതിരെ പോരാടാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സ്വാഗതം ചെയ്യാൻ? അദ്ദേഹം തീർച്ചയായും പറഞ്ഞ കറക്റ്റാണ്. കൃഷ്ണപിള്ള സാറിനെ പോലെ അല്ലെങ്കിൽ AKG പോലെ തന്തൈ പെരിയാറിനെ പോലെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി അവർ പോരാട്ടം നടത്തി. ഇതേപോലെ ഈ കാലഘട്ടത്തിൽ യേശുദാസിനെ ഗുരുവായൂർ കയറ്റണം എന്ന് പറഞ്ഞ് ആദ്യം പ്രതിഷേധിച്ചത് ഞാനാ. ഞങ്ങൾക്ക് ശേഷമേ DF ഏറ്റെടുത്തുള്ളൂ. ഒന്ന്. രണ്ട്, ഇവർക്ക് എന്നും തങ്ങൾ മാത്രമാണ് ഇതിന്റെ കുത്തക. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചില ജാതിഭ്രാന്തന്മാരുണ്ടായിരുന്നു, ഞങ്ങൾ എന്ന് വിശ്വസിച്ചിരുന്നവർ. അതേപോലെ ശാസ്ത്രത്തിന്റെ കുത്തക ശ്രീ മുഹമ്മദ് ഖാൻ താങ്കൾ പറയാൻ തുടർന്നുണ്ടായിരുന്നു. അതായത് ഉൽപ്പതിഷ്ണുക്കളായ ഞങ്ങൾ ഇതിനൊക്കെ എതിരാണ് എന്ന് പറയുമ്പോൾ 99% ഞങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ 99% ആളുകളും ഇതിനെ യോജിക്കുന്നു. താങ്കൾ പറഞ്ഞു പരസ്യം. വിൽക്കാത്ത ഒരു ചരക്കിന് പരസ്യം പറ്റുമോ? ഉപയോഗിക്കാത്ത ഒരു സാധനത്തിന് പരസ്യം പറ്റുമോ? ഉപയോഗിക്കാൻ ത്രാണിയുള്ള, ഉപയോഗിക്കാൻ പൊട്ടൻഷ്യലുള്ള ഒന്നിനാണ് പരസ്യം. പരസ്യം കൊണ്ട് നേടിയെടുക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, തൂണിലും തുരുമ്പിലും ഇരിക്കുന്ന ദൈവത്തെ ശബരിമലയിൽ പോയി, മെക്കയിൽ പോയി എന്തുകൊണ്ട് ആളുകൾ കാണാൻ ശ്രമിക്കുന്നു? അതിനെതിരെ നിങ്ങൾക്ക് പറയാൻ ശ്രമിക്കാൻ സാധിക്കുമോ? അപ്പം നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറയും, നിങ്ങൾക്ക് അസൗകര്യമാണെങ്കിൽ മിഴുകിക്കളയും. ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. ശരി, വ്യക്തമാണ്. അവിടെയാണ് ചികിത്സ ആവശ്യം. ക്ലിയർ ആണ്. ശരി, ഞാൻ നമ്മുടെ ചർച്ച ഏതാണ്ട് 3/4 ഭാഗത്തോളം എത്തി നിൽക്കുമ്പോൾ ഞാൻ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, യുക്തിവാദികളായാലും ഭക്തിവാദികളായി കഴിഞ്ഞാലും മന്ത്രവാദം എന്നുള്ള പേരിൽ നടക്കുന്ന അടിയെ, തൊഴിയെ, കുത്തിനെ, മരണത്തിനെ, ക്രൈമിനെ അംഗീകരിക്കുന്നില്ല. ഒന്ന്. രണ്ട്, അത്തരത്തിൽ നടക്കുന്നത് മന്ത്രവാദത്തിന്റെയോ മതവിശ്വാസത്തിന്റെയോ ഭാഗമല്ല എന്ന് വാദിക്കുന്നു. ജനം തീരുമാനിക്കട്ടെ ശരിയോ തെറ്റോ എന്നുള്ളത്. പക്ഷേ അന്ധവിശ്വാസത്തിന്റെ അല്ലെങ്കിൽ ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമല്ല എന്ന് വാദിക്കുന്നു. ഞങ്ങൾ വാദിക്കുന്നില്ല. അല്ല, ശരി, ഭക്തിവാദികൾ വാദിക്കുന്നു. ശരി, ഭക്തിവാദികളുടെ വാദത്തിൽ ഇത് വിശ്വാസത്തിന്റെ ഒരു ഭാഗമല്ല, അങ്ങനെയാണ് എത്തി നിൽക്കുന്നത്. ഇവിടെ നടന്ന മരണങ്ങളും കാര്യങ്ങളും ഒന്നും തന്നെ യഥാർത്ഥ മന്ത്രവാദത്തിന്റെ രീതികളല്ല എന്നാണ് നിങ്ങൾ വാദിച്ചെത്തി നിൽക്കുന്നത്. അന്ധവിശ്വാസത്തിന്റെ ഭാഗമാണ്. എന്റെ ഇവിടുത്തെ ഒരു സംശയം, നിങ്ങളുടെ രണ്ടുപേരുടെയും വാദങ്ങൾ ശരിയായിക്കോട്ടെ, എന്തുകൊണ്ട് ജനം ഇതിലേക്ക് പോകുന്നു? ഞാനൊരു പറഞ്ഞു, ഈ അന്ധവിശ്വാസം, വിശ്വാസം എന്ന് രണ്ടെണ്ണം ഇല്ല. അതൊരു പരമമായിട്ടുള്ള അബദ്ധമാണ്. വിശ്വാസം എന്ന് പറയുന്നത്, എന്തിനാണ് നിങ്ങൾക്ക് വിശ്വാസം വേണ്ടി വരുന്നത്? നിങ്ങൾക്ക് യുക്തിസഹമായ ഒരു കാര്യത്തിൽ പിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ സൂര്യൻ ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല, അന്തരീക്ഷ വായു ഉണ്ടെന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. ഇപ്പം അന്ധവിശ്വാസം, വിശ്വാസം എന്നുള്ള രണ്ട് കാറ്റഗറി ഉണ്ടാക്കുന്നത് കുറെ പേരുടെ സൗകര്യത്തിനാണ്. ഞങ്ങളൊന്നും അത്ര ആയിട്ടില്ല. ഇവർ വളരെ മോശം. എനിക്കൊരു സംശയം ഞാനൊന്ന് ഉന്നയിച്ചോട്ടെ. പലപ്പോഴും ഒരു കാര്യത്തിനെ വീണ്ടും ഒരിക്കൽ കൂടെ ചോദ്യം ചെയ്യുവാൻ തയ്യാറല്ലാതെ നമ്മൾ അതിൽ തന്നെ അടിയുറച്ച് വിശ്വസിക്കുന്നതിനെ നമുക്ക് അന്ധവിശ്വാസം എന്ന് വിളിക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദൈവവും ഈശ്വരനും മന്ത്രത്തിന് ഫലവും ഇല്ല എന്ന് അന്ധമായി ഇനിയൊരു ചോദ്യമില്ലാതെ വിശ്വസിക്കുന്ന നിങ്ങളെയും സമൂഹത്തിന് അന്ധവിശ്വാസികളെന്ന് വിളിച്ചുകൂടെ? ഇപ്പൊ ഉദാഹരണമായിട്ട്
ഹൈഡ്രജൻ അല്ല, എന്റെ ചോദ്യത്തിന് ഞാൻ പറയുന്നത് ശരിയായ ഒരു കാര്യം. അല്ല, ഈ പറയുന്ന സാധനങ്ങൾ ഇല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന മറ്റൊരു ചോദ്യമില്ലാത്ത നിങ്ങളും അന്ധവിശ്വാസികളല്ലേ? പറയുന്നത് കേൾക്കൂ. ദൈവം ഇല്ല എന്ന് പറയലല്ല നമ്മുടെ പണി. ദൈവമോ ചാത്തനോ കാക്രി പൂക്രിയോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ജോലി അല്ല ഇവിടെ ആരും ഏറ്റെടുക്കുന്നത്. ദൈവത്തിനോ കാക്രി പൂക്രിക്കോ ചാത്തനോ ഒക്കെ തെളിവുണ്ടെങ്കിൽ അപ്പം നമ്മൾ എടുക്കും. ശരി, തെളിവില്ലാത്ത വിശ്വാസങ്ങളെ മാറ്റി വെക്കും. അല്ല, ഇത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചു നടക്കലല്ല പരിപാടി. അത് ആദ്യം താങ്കൾ മനസ്സിലാക്കും. ഇപ്പോ താങ്കൾ ചോദിച്ചെന്താ ഒരു കാര്യം, അന്ധമാണോന്ന്. ഒരു ശരിയായ കാര്യം, ഉദാഹരണമായിട്ട് കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ഇതെന്നും ഇതേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ ഭൂമിയുടെ ആകൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോളാകൃതിയാണ്. നിങ്ങൾ എന്നും ഇതേന്ന് പറഞ്ഞു നിങ്ങൾ മാറാത്ത എന്താണ്? ശരിയായ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിൽ എന്താണ് പ്രവീൺ തെറ്റുണ്ടെന്ന് പറഞ്ഞു? പിന്നെ താങ്കൾ പറയുന്നത് അന്ധമാണ്. അത് അന്ധമല്ല, അത് മാറ്റാൻ സയൻസിന്റെ അതായത് ഭൂമി പരന്നതാണെന്ന് പറയുമ്പോൾ ഭൂമി പരന്നതാണോ എന്ന് മറ്റൊരു ചോദ്യമില്ലാതെ അതിൽ വിശ്വസിക്കുന്നത് അന്ധവിശ്വാസമാണല്ലോ. അതുപോലെ ഈ മന്ത്രത്തിന് ഫലമില്ല എന്ന് പറയുമ്പോൾ ആ ഫലമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ താങ്കൾ പറഞ്ഞത് ഭൂമി ഗോളാകൃതി വേറെ തെളിവ് വന്നു കഴിഞ്ഞാൽ പരന്നതാണെന്നോ അല്ല, ആ തെളിവ് ചോദ്യം ചെയ്യലിലൂടെ അന്വേഷിച്ച് ആഴങ്ങളിലേക്ക് പോകുമ്പോഴല്ലേ നമുക്ക് തെളിവുണ്ടാവും. ആയിക്കോട്ടെ, ആ ചോദ്യം താങ്കൾ അവിടെ അടക്കുകയല്ലേ ഇതിന് ഇനി ഫലമില്ല എന്ന് പറഞ്ഞു? മന്ത്രത്തിന് ഫലം ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളുടെ സർവ ശബ്ദത്തിനോടും കാഴ്ചയോടും നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ ഒരു പട്ടിയെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കുമെന്ന്. ശരി, ഒരു ആഹാര സാധനം കഴിയുമ്പോൾ നിങ്ങൾ കൊതിക്കുമെന്ന് പറഞ്ഞല്ലോ. ശരി, നമ്മളുടെ സജീവമായിട്ടുള്ള സംവേദനക്ഷമതയാണ് നമുക്കുള്ളത്. നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. അതനുസരിച്ച് നിങ്ങളുടെ ഒരു ഇമേജ് എടുക്കുക, MRI സ്കാൻ എടുക്കുക, നിങ്ങൾ ഒരു ആഹാര സാധനം കൊണ്ടുവച്ചിട്ട് അത് മാറ്റം ഉണ്ടാവില്ലേ? ശരി, ഒരു കരുനാഗത്തെ കാണുക, മാറ്റം ഉണ്ടാവില്ലേ? ഞാൻ അവിടെ ഒരു വലിയ ആഡ് ചെയ്യാനുള്ളത് അവിടെയൊക്കെയാണ് പെരിയോറിനെ പോലെ വലിയൊരു നിരീശ്വരവാദിയുടെ പക്വത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം ഈ അമ്പലങ്ങൾ തകർക്കണമെന്ന് പറഞ്ഞ വ്യക്തിയാണ് ക്ഷേത്രപ്രവേശത്തിന് വന്നത്. കാര്യം എന്താ? ക്ഷേത്രത്തിന്റെ സാമൂഹികമായ പശ്ചാത്തലം അദ്ദേഹം മനസ്സിലാക്കി. ഒരു സോഷ്യൽ സെന്റർ എന്ന രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കി. ക്ഷേത്രങ്ങളെ തകർക്കണമെന്ന് പറഞ്ഞാൽ ക്ഷേത്രപ്രവേശത്തിന് വേണ്ടി സമരം ചെയ്യാമെന്ന്. അവിടെയാണ് നമ്മൾ പക്വമായ മോഡറേറ്റ് ആയ നിലപാട്. പെരിയാർ അങ്ങനെ നിങ്ങൾ ചുരുക്കി കാണരുത്. വിഗ്രഹങ്ങളെ തച്ചുടച്ച മനുഷ്യനാണ് അദ്ദേഹം. സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ അതിൽ ഉപരിയായി അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാ? ഇതിലേക്ക് വേണ്ടിയാണ് അറിയപ്പെടുന്നത്? അങ്ങനെയല്ല. അദ്ദേഹം അറിയപ്പെടുന്നത് നിരീശ്വരവാദിയായിട്ടാണ്. ഒരു സമൂഹത്തിനകത്ത് അന്ധമായി ഞാൻ പറയട്ടെ, ജടിലമായി നിൽക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ ആരാധിക്കുന്ന ഒന്നിനെ തച്ചുടയ്ക്കുന്ന ആ വിപ്ലവം, അതാണ് അറിയപ്പെടേണ്ടത്. ഒരു വാക്കൂടെ ഇതിനിടയ്ക്ക് വിട്ടുപോകുന്ന ഒരു കാര്യം. താങ്കൾ പറഞ്ഞു മരണം ഈ മരിക്കുമ്പോൾ മാത്രം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമല്ല. മരിക്കാതെ ഒരുപാട് ജീവച്ഛവങ്ങളായി ഈ മന്ത്രവാദത്തിന്റെ പേരിൽ ഒരുപാട് കുടുംബങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഞാൻ അതിലേക്ക് ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. ഡോക്ടർ ഈശ്വരൻ, താങ്കൾ പറയാൻ തുടങ്ങിയത് ഇവിടെ ഇപ്പം നമ്മുടെ വിഷയത്തിൽ നിന്ന് പല അവനവന്റെ കാഴ്ചപ്പാടിനനുസരിച്ച് പല മേഖലകളിലേക്ക് പോവാണ്. അപ്പൊ മന്ത്രവാദത്തിന്റെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, മാജിക് കാണിച്ചിട്ട് ഇതാണ് മന്ത്രവാദം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് തമിഴ്നാട്ടിൽ പോയി ചെയ്തതിന്റെ അനുഭവം പറഞ്ഞു. അപ്പൊ ഈ നിലയിൽ വരുമ്പോ വാസ്തവത്തിൽ ഇവിടുത്തെ വിദ്യാഭ്യാസം നടത്തുന്നിടത്താണ് ഇവിടുത്തെ പ്രശ്നം മനസ്സിലാക്കുന്നത്. ആളുകൾ അവിടെ ഒരുപാടുണ്ട്, ഇന്നും ആ പ്രസ്ഥാനം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ കാണിച്ച് ആളെ കൂട്ടുന്നതിന് തെളിവ് അദ്ദേഹത്തിന്റെ വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ചർച്ച നടക്കണം. ദയവ് ചെയ്ത് കേൾക്കൂ. താങ്കൾ പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടത് താങ്കളോട് യോജിച്ചിരുന്നതുകൊണ്ടല്ലോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോ ഇതൊക്കെ ഇങ്ങനെയുള്ളതാണ് എന്ന് പറയുമ്പോൾ അജ്ഞതയാണ് കാരണം എന്ന് പറയുന്നത്. അപ്പൊ അജ്ഞത മാറ്റാനുള്ള പ്രവൃത്തിയിലാണ് സർക്കാരും അതുപോലെ ബോധമുള്ള സമൂഹവും പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ കണ്ട് ഈ അജ്ഞതയെ മുതലെടുത്തുകൊണ്ട് ഒരു പക്ഷം അതിനെ കേശാക്കാനും മറ്റൊരു പക്ഷം അതിനെ മുതലെടുത്തുകൊണ്ട് അവരുടേതായ സംഘടന വളർത്താനും ഉപയോഗിക്കുന്ന ഒരു രീതി ഒട്ടും ശരിയല്ല. ശരി, വ്യക്തമാണ്. പക്ഷേ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് മാത്രം നിങ്ങൾ ആരും ഉത്തരം തന്നില്ല എന്നുള്ളതേ ഉള്ളൂ. എന്തുകൊണ്ട് ജനം അന്ധവിശ്വാസത്തിലേക്ക് സംഭവിക്കുന്നത്? ഈ ഭൂമി ജിയോഗ്രഫി പഠിപ്പിക്കാൻ വേണ്ടി ഇക്വേറ്റർ ഉണ്ടെന്ന് പറയാറുണ്ട്. ആ ഇക്വേറ്റർ ഒരിടത്തും വരച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ഗ്രീൻവിച്ച് രേഖ ഒരിടത്തും വരച്ചു വെച്ചിരിക്കുന്നത് അറിയില്ല. ഈ ഗ്രീൻവിച്ച് രേഖയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജിയോഗ്രഫി തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇതിന്റെ ശരിയായ കാരണം എന്താണ്? എന്തുകൊണ്ട് അന്ധവിശ്വാസത്തിലേക്ക് പോകുന്നു? ആ കാരണങ്ങളെ അഡ്രസ് ചെയ്തിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഞാൻ അത് ചോദിക്കേണ്ടത് ശ്രീ മുഹമ്മദ് ഖാനോടാണ്. എനിക്ക് എന്നെക്കാളും ഇതിൽ നന്നായി പറയാൻ സാധിക്കുന്ന ആള് രവിചന്ദ്രൻ മാഷാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് ഒരു കാര്യം, 45,000 വർഷങ്ങൾക്ക് മുമ്പ് അന്യം നിന്ന് പോയ ഒരു വിഭാഗമാണ് നിയാൻഡർതാൾ മനുഷ്യൻ. ഇന്നത്തെ യാതൊരു ആധുനികതയും യാതൊരു ശാസ്ത്ര നേട്ടങ്ങളും ഇല്ലാതിരുന്ന ആളാണ്. അവർക്ക് ആരാധനയുണ്ടായിരുന്നു. ആരാധനയ്ക്ക്
പരിണാമപരമായ ഒരു ബേസ് ഉണ്ട്. അത് സാർ വിശദീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് ആൾക്കാർ അതായത് ഇപ്പോ നമ്മൾക്ക് മസ്തിഷ്കത്തിന് തന്നെ കുറെ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഉണ്ട്. നമ്മൾക്ക് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ പാളത്തിരയിൽ അങ്ങനെ കുറെ സെറ്റിംഗ്സ് ഉണ്ട്. അത് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായിട്ട് കൊതിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് മനുഷ്യൻ വശംവദനാവും. നമ്മളോടൊരു കാര്യം പറയാണ്, ഇന്ന പ്രശ്നം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഒരു യുക്തിവാദിയാണെങ്കിൽ പോലും അയാളുടെ മനസ്സിലുണ്ടാവുന്ന അല്ലെങ്കിൽ തലച്ചോറിലുണ്ടാവുന്ന ഭയം എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. അയാൾക്കൊരു ചെറിയ ഒരു സമയം കുറവായിരുന്നു. ഞാനൊന്ന് ഇടപെട്ടുകൊള്ളട്ടെ. ഈ ഭയം ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാം, പക്ഷെ ഭയത്തിനൊരാളെ പ്രലോഭിപ്പിച്ച് അതിലേക്ക് വലിച്ചെടുപ്പിക്കാൻ കഴിയുമോ? സമ്മാനവും ശിക്ഷയും ഞാൻ പറഞ്ഞു. സമ്മാനം നിങ്ങൾക്ക് കുറെ ഓഫർ ചെയ്യാണ്. ഇപ്പോൾ ഒരു ലോട്ടറി ആയാലും ഏത് കാര്യമായാലും നമുക്കൊരു സമ്മാനം ഉണ്ടെങ്കിൽ, ഒരു കൊതിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മളുടെ മസ്തിഷ്കം അതിനോട് പ്രതികരിക്കും, നമ്മൾ പോലും അറിയാതെ ആയിരിക്കും. മതവും വിശ്വാസവും താങ്കൾ പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഇതെന്നും അതുകൊണ്ട് തന്നെ എത്ര എതിർത്താലും ഇത് തുടരുമെന്നുമാണ്. വിശ്വാസത്തിലേക്ക് ഞാൻ പോലും അറിയാതെ എന്റെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു പ്രവൃത്തി കൊണ്ടുണ്ടാവുന്നതല്ലേ? അതെ, വിശ്വാസത്തിലേക്ക് പോകാനായിട്ട് മനുഷ്യന്റെ മസ്തിഷ്കപരമായിട്ടുള്ള ചില സെറ്റിംഗ്സ് ഉണ്ട്. അത് നമ്മുടെ പരിണാമപരമായിട്ടുള്ള അത് വിശദീകരിക്കാൻ സമയമെല്ലാം താങ്കൾ പറഞ്ഞു. അപ്പം ഭയപ്പെടുത്തുക, അതുപോലെ തന്നെ കൊതിപ്പിക്കുക, ഈ രണ്ട് എല്ലാ വ്യക്തി ഇപ്പോൾ ഗുരുവായൂർ പോയാലും ചരട് കിട്ടിയാലും മന്ത്രവാദത്തിന് പോയാലും ഇതിനെല്ലാം തന്നെ സമ്മാനങ്ങളും കൊതിപ്പീരും അതുപോലെ തന്നെ അതാണ് താങ്കളുടെ വാദം. വ്യക്തമാണ്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ വെള്ളിമൂങ്ങ, നാഗമാണിക്യം, റൈസ് പുള്ളർ അടക്കം ഒരുപാട് സാധനങ്ങൾ ഓഫർ ചെയ്തതും ജീവിതത്തിലെ ഇൻസെക്യൂരിറ്റീസും ഇതെല്ലാം അന്ധവിശ്വാസങ്ങളിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ആ വാക്ക് തന്നെ നോക്കൂ, അന്ധവിശ്വാസം. അതിനർത്ഥം വിശ്വാസം വേറെയാണെന്നല്ലേ? നമുക്ക് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പോരാട്ടം ആവശ്യമാണ്, നമ്മുടെ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്. അതോടൊപ്പം ഫരീദ് സക്രിയ CNN ഒരു നല്ല നിലപാട് പറയുന്നുണ്ട്. പക്ഷെ എല്ലാ മതങ്ങളും എടുക്കേണ്ട നിലപാട് അതാണ്. അതായത് നൂറ്റാണ്ടുകളിൽ എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രശ്നമുണ്ട്. നമ്മുടെ നവോത്ഥാനം നടത്തിയത് ആരാ? യുക്തിവാദികളല്ല, നിരീശ്വരവാദികളല്ല. ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമിയും വിവേകാനന്ദരും വിശ്വാസിയായ ഗാന്ധിയും ഒക്കെയാണ്. അപ്പോ വിശ്വാസത്തിന്റെ നല്ല വശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഹിഷ്ണുതയോടെ എല്ലാ ജനവിഭാഗങ്ങളെയും പരിവർത്തനത്തിന് വേണ്ടി പ്രചോദിപ്പിക്കണം. ഒന്ന്, ഈ ചർച്ച തന്നെ കാണുന്ന എല്ലാവരും നോക്കിക്കോളൂ, ഇതിൽ ആർക്കായിരുന്നു അസഹിഷ്ണുത? ബാക്കിയുള്ളവർ സംസാരിക്കാൻ സമ്മതിക്കാതെ ഈ അസഹിഷ്ണുതയാണ് അന്ധവിശ്വാസം. ശരി, വ്യക്തമാണ്. ഡോക്ടർ ജോർജ് മാത്യു, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മന്ത്രവാദത്തിന്റെ പേരിൽ അതിൽ ശരിയുണ്ടെങ്കിലും തെറ്റായി കഴിഞ്ഞാലും അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളത് വിശ്വാസി സമൂഹം ഉൾപ്പെടെ ആരും എതിർക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അല്ലെ? അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു നിലപാട് ആൾക്കാർ എടുക്കുന്നുണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാകുന്നുണ്ട്, മരണങ്ങൾ വരെ. ഒരു ബില്ല് കൊണ്ടുവന്നാൽ നിയമം മൂലം ഇത് നമുക്ക് തടയിടാൻ കഴിയുമോ? ഇപ്പോൾ ഈ മഹാരാഷ്ട്രയിൽ ഒരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നു, പാസ്സായെന്നും പറയുന്നു. ഈ അന്ധവിശ്വാസം എന്താണ്, വിശ്വാസം എന്താണ് എന്നുള്ള ഒരു പ്രശ്നം ഇവിടെ മഹാരാഷ്ട്രയിൽ മാത്രമാണ് അത്തരത്തിലൊരു ബില്ല് ഇന്ത്യയിൽ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അസ്തിത്വപരമായ സംഗതികൾ അറിഞ്ഞുകൂടാ എന്നുള്ള ഒരു ജ്ഞാനം, അതായത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളത് മിക്ക മനുഷ്യർക്കും എത്താവുന്ന ഒരു കാര്യമല്ല. എനിക്കെല്ലാം അറിയാം, ഞാൻ അറിഞ്ഞതേ സത്യമുള്ളൂ എന്ന് പറയുന്നത് ഒരു മൃഗീയ ലെവലെന്നാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ് പറയുന്നത്. ഇപ്പോൾ സോക്രട്ടീസ് ജ്ഞാനിയാണെന്ന് പറയാൻ കാരണം എനിക്കറിഞ്ഞുകൂടാ എന്നുള്ളത് അയാൾ മനസ്സിലാക്കി, അതുകൊണ്ടാണ് സോക്രട്ടീസ് ജ്ഞാനിയായത്. അപ്പോൾ ചിന്തിക്കുന്ന മനുഷ്യന് ഈ അസ്തിത്വപരമായ ഒരു വാക്വമുണ്ട്, അത് കൊണ്ടു നടക്കാൻ വലിയ പ്രയാസമാണ്. അവന് പല വിശ്വാസങ്ങളും മറ്റും വേണ്ടി വരും. അതില്ലാതെ ഈ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു മനസ്സ് കൊണ്ടു നടക്കുന്നവൻ യഥാർത്ഥത്തിൽ അങ്ങേറ്റത്തെ ലെവലിൽ എത്തിക്കഴിഞ്ഞു. ഒരു ബില്ല് കൊണ്ടൊന്നും പരിഹരിക്കാൻ കഴിയുന്നതല്ല ഈ വിഷയമെന്നാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും മനുഷ്യൻ ചിന്തിക്കുന്നിടത്തോളം കാലം അവൻ എന്തെങ്കിലും ഒരു താങ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ യുക്തിവാദം എന്ന് പറയുന്നത് തന്നെ ഒരു താങ്ങാണ്. ഇപ്പോൾ യുക്തിവാദി ഒരിക്കലും ഞാൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നില്ല, അയാൾ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെയാണ്. രണ്ടും ഒരേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം കിട്ടിയ ഒരാൾ മിണ്ടാതിരിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരുന്നത് നന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ പല പ്രശ്നങ്ങൾ മഹാരാഷ്ട്രയിൽ തന്നെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്,
ഇപ്പം ആയുർവേദത്തിലെ ഗ്രഹചികിത്സ, ബാധവിദ്യ, ഭൂതവിദ്യ എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള ചികിത്സാ രീതികൾ വരെ ഉണ്ട്. അപ്പോൾ ആയുർവേദം നമ്മൾ അംഗീകരിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെ അംഗീകരിക്കുന്ന ഒരു ചികിത്സാ പദ്ധതിയാണ്. ശരി, വ്യക്തമാണ്. അതിനെ എങ്ങനെ ബില്ലുകൊണ്ട് എതിർക്കുമെന്നുള്ളത്. ശരി, ചിന്ത, ഒരു മനുഷ്യന് ജീവിക്കാൻ എന്തിനോടെങ്കിലും ഒരു വിശ്വാസം വേണം. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോടായിരിക്കാം, നക്സലൈറ്റുകൾക്ക് അത് മാറ്റത്തിന്റെ പ്രത്യയശാസ്ത്രത്തിനോടായിരിക്കാം, ഈശ്വര വിശ്വാസികൾക്ക് ഈശ്വരനോടായിരിക്കാം. ഇത്തരത്തിൽ മന്ത്രവാദത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളെ അത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അതിന് പകരമായി എന്താണ് മുന്നോട്ട് വയ്ക്കാൻ ചിന്തയ്ക്കുള്ളത്? അവരെന്തിൽ വിശ്വസിക്കണം? മന്ത്രവാദത്തെ മാത്രമല്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത്. മന്ത്രവാദത്തോടൊപ്പം തന്നെ ആൾദൈവങ്ങളെയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ മംഗൾയാൻ ഇപ്പോൾ ഇന്ത്യ ചൊവ്വയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിലും ചൊവ്വാദോഷത്തിന്റെ പേര് പറഞ്ഞ് നമ്മുടെ വീട്ടിനടുത്തുള്ള കമലാക്ഷിയുടെ കല്യാണം നടക്കാതിരിക്കുകയാണ്. അപ്പോൾ യുക്തിക്ക് എവിടെ പ്രസക്തി നഷ്ടപ്പെടുന്നു അവിടെ ഒരു കാലത്ത് കമലാക്ഷി ആയിരുന്നുവെങ്കിൽ ഇന്ന് സൈനബയുടെ കല്യാണവും ഇതേ കാരണം കൊണ്ട് നടക്കാതിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ജാതി മത ചിന്തകൾക്കപ്പുറം ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പരക്കുന്നു. മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ജിന്നുമ്മയും ജിന്നുപ്പാപ്പയും വരുന്നു. ഹിന്ദു സമുദായത്തിൽ ചരടുകെട്ടുകൾ വരുന്നു. ക്രിസ്ത്യൻ സമുദായത്തിൽ വരുമ്പോൾ പാതിരിമാരും കടമറ്റത്ത് കത്തനാർ ഉൾപ്പെടെയുള്ള വ്യക്തികളെ പൂജിക്കുന്ന രൂപത്തിലേക്ക് കടന്നു വരുന്നു. ഇത്തരത്തിലുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളും പുരോഗമന ചിന്താഗതിയുള്ള ഇന്നത്തെ കാലഘട്ടത്തിന് ആപത്താണ്. ഈ പറയുന്ന വിശ്വാസങ്ങളിൽ നിന്നും ചന്ദ്രനിലെത്തിയിട്ടും ചന്ദ്രനെ ഈശ്വരനായി കാണുന്ന, മംഗൾയാൻ ചൊവ്വയിലേക്ക് എത്തിയിട്ടും ചൊവ്വയെ ഈശ്വരനായി കാണുന്ന മനുഷ്യന്റെ വിശ്വാസം തെറ്റാണെങ്കിൽ ആ വിശ്വാസത്തിന് പകരമായി ചിന്ത വച്ചു കൊടുക്കുന്നത് എന്താണ്? അവരെന്തിൽ വിശ്വസിക്കണം? എന്തുകൊണ്ട് ഇവർ ഇതിലേക്ക് പോകുന്നു എന്നുള്ളതിന്റെ റൂട്ട് കോസ് കണ്ടെത്തുവാനായിട്ടുള്ള ആ റൂട്ട് കോസ് ആണ് ഞാൻ നിങ്ങളോട് എടുത്തെടുത്ത് ചോദിച്ചത്. കൃത്യമായും വ്യക്തമായിട്ടുള്ള ഉത്തരം കുറച്ചെങ്കിലും തന്നത് ഇദ്ദേഹം മാത്രം. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. ഒന്നാമത്തെ റൂട്ട് കോസ് എന്ന് പറയുന്നത് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്ന ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇനിയും സമൂഹത്തിനെ സെക്യൂർ ആക്കാൻ കഴിഞ്ഞിട്ടില്ലേ ചിന്ത? അതിനുവേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മൊത്തത്തിൽ ആ രൂപത്തിലേക്ക് എത്തുവാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വരുന്നതോടുകൂടി ഭരണഘടന അല്ലെങ്കിൽ ഭരണകൂടം എന്ന് പറയുന്നത് തന്നെ പൂർണ്ണമായും അപ്രസക്തമാവും. ആ ഒരു ഘട്ടത്തിലേക്ക് ഇതുവരെ നമ്മൾ എത്തപ്പെട്ടിട്ടില്ല. അപ്പോൾ അരക്ഷിതാവസ്ഥ മന്ത്രവാദത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണങ്ങൾ സൂചിപ്പിക്കണമല്ലോ. രണ്ട്, നമ്മുടെ അണുകുടുംബ സമ്പ്രദായത്തിന്റെ ഭാഗമായി ഇന്ന് കുടുംബങ്ങളിൽ കൃത്യമായ രൂപത്തിലുള്ള മെന്റൽ സ്ട്രെസ് നമ്മുടെ സമൂഹത്തിലെ വ്യക്തികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സംശയരോഗങ്ങൾ കുടുംബത്തിനകത്ത് കലഹങ്ങൾ ഉണ്ടാക്കുമ്പോൾ കലഹ പരിഹാരത്തിന് മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നു. വളരെ വ്യക്തമായിട്ട് താങ്കൾ ഇത് പറഞ്ഞു. ഞാൻ താങ്കളിലേക്ക് വരാം. എന്റെ അവസാനത്തെ ചോദ്യം വളരെ പെട്ടെന്ന്, ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എന്ത് നീക്കമാണ് താങ്കൾ പ്രപ്പോസ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്? യഥാർത്ഥത്തില് യഥാർത്ഥത്തിലുള്ള മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ന് കാണിക്കുന്നത് എന്താണ് എന്ന് ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ബോധിപ്പിക്കേണ്ടത് യുക്തിവാദികളല്ല, നിങ്ങളാണ്. അതെ, അത് വിശ്വാസികളുടെ മാത്രം ചുമതലയല്ല, ഒരു നാട്ടിന്റെ ഭരണകൂടത്തിന് അതിന് ചുമതലയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന യൂണിവേഴ്സിറ്റികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ ശാസ്ത്രത്തിന്റെ അടിത്തറ വെച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും, അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇതിലേത്തെ നന്മകൾ എന്താണ് തിന്മകൾ എന്താണെന്ന് വേർതിരിച്ചറിയാനുള്ള ധിഷണാവിശേഷം സമൂഹത്തിന് കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. ഒരു സെക്കൻഡ്. ഇപ്പൊ ടെന്നീസ് കളിക്കുന്ന ഒരു വ്യായാമമാണ്, കളിക്കാതിരിക്കുന്ന ഒരു വ്യായാമമാണ്, മദ്യപിക്കുന്നത് ഒരു ലഹരിയാണ്, മദ്യപിക്കാത്തതും ഒരു ലഹരിയാണ് എന്ന് പറയുന്ന രീതിയിൽ യുക്തിവാദവും ഭക്തിവാദവും തമ്മിലുള്ള ഒരു ഇദ്ദേഹം തന്നെ പറഞ്ഞ പ്രൊഫസർ പ്രേതങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന വ്യക്തിയാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും സമീകരണങ്ങളും ഈ അന്ധവിശ്വാസങ്ങളെ, ഈ ലാക്ക് ഓഫ് സയന്റിഫിക് ടെമ്പർ, ഇതിനെ വളർത്തുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ദേ ആർ ഡൂയിങ് എ ഡിസർവീസ് ടു ദ സൊസൈറ്റി. ഇങ്ങനെ പരിപാടികൾ ഇപ്പൊ എന്താ പറയുക, ഈ പരിപാടി അവരുടെ സർവീസുകളെ, വാദമുഖങ്ങളെ തകർത്തെറിയുവാൻ താങ്കൾക്ക് സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്. അതാണ് ഇവിടെ യുക്തിവാദികൾക്കെതിരെയാണ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത്. അല്ല, അവരുടെ യുക്തി കൊണ്ടാണ് സംസാരിക്കുന്നത്. യുക്തിവാദികൾക്കെതിരെയാണ് അവർ സംസാരിക്കുന്നത്. വളരെ സംസാരിക്കുന്നത് യുക്തിവാദികൾ. ഇതൊരു കൾച്ചറൽ സാംസ്കാരിക ഫാസിസം ഒരു മറുപടിയല്ല. ഒറ്റ വാക്ക് സ്പിരിച്വൽ റാഷണലിസം, റാഷണൽ സ്പിരിച്വലിസം, അതാണ് നമുക്ക് വേണ്ടത്. അല്ല, ഇതേ താങ്കൾ എന്നും പറയുന്നത് സ്ഥിരമായി ഡിബേറ്റ് തന്നെയാണ്. താങ്കൾ എന്നും പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരും എന്നും നിരന്തരം പറയുന്ന വാദഗതികൾ തന്നെയാണ്. അതിൽ പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി എന്ത് എന്നൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറയട്ടെ, പാമ്പ് കടിച്ചാൽ എന്ത് ചെയ്യുമായിരുന്നു? ശരി, വളരെ വ്യക്തമായിട്ടുള്ള അഭിപ്രായങ്ങളോടുകൂടെയാണ് വിശ്വാസികളുടെ ഭാഗത്തു നിന്നുകൊണ്ടും യുക്തിവാദികളുടെ ഭാഗത്തു നിന്നുകൊണ്ടും കമ്മ്യൂണിസ്റ്റുകാരും മനഃശാസ്ത്രജ്ഞനും ഈ വിഷയത്തിനെ വിശകലനം ചെയ്തത്.